അല്ല, യു ക്യാരി ഓൺ. പുള്ളിയുടെ സെഷൻ ഉണ്ടാവില്ല, ഞാൻ ഇടയ്ക്ക് അയക്കാം. ആണോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടോ. യെസ് യെസ് യെസ്. Farah, then we can start, right? What do you say? Go ahead, Ita. Okay. Assalamu alaikum wa rahmatullahi wa barakatuh. ഖിറാഅത്തോടുകൂടി നമുക്ക് ഇന്നത്തെ വെബിനാർ ഇവിടെ ആരംഭിക്കാം. ഫറ. ജസാകുമുല്ലാഹ് ഖൈർ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട സിജി ഇന്റർനാഷണൽ ചെയർമാൻ മജീദ് സർ, സിജി ഓഫീഷ്യൽസ്, വിഷണറി ലീഡേഴ്സ്, CWC ടീം മെമ്പേഴ്സ്, ICWC ടീം മെമ്പേഴ്സ്, ഇന്നത്തെ സ്പീക്കേഴ്സായ ഉമർ അൽ ഫാറൂഖ് സാബ്, ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞാനിതാ നിന്റെ വിളി കേട്ടെത്തുന്നു. നിനക്ക് പങ്കുചേർക്കാൻ ആരുമില്ല. എല്ലാ സ്തുതിയും നന്മകളും സർവാധിപത്യവും നിനക്കുള്ളതാണ്. നിനക്ക് പങ്കുകാർ ആരുമില്ല. ഈ മന്ത്രവും ഉരുവിട്ടുകൊണ്ടാണ് ലക്ഷോപലക്ഷം ഹാജിമാർ മക്കയിലേക്ക് പ്രയാണം ചെയ്യുന്നത്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേത് ഹജ്ജ് എന്ന കർമ്മമാണല്ലോ. ധനവും ആരോഗ്യവും ബുദ്ധിസ്ഥിരതയുമുള്ള ഒരാൾക്കാണ് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഹജ്ജിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഹാജിമാർ തങ്ങളുടെ ഒരുക്കങ്ങൾ ഏകദേശം 6 മാസം മുന്നേ തുടങ്ങുകയാണ്. നാഥന്റെ വിളിക്ക് ഉത്തരമേകാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള ആത്മാർത്ഥമായ തയ്യാറെടുക്കൽ. മക്കയിലും മദീനയിലും എത്തിക്കഴിഞ്ഞാൽ നിർവഹിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും ഹജ്ജിന്റെ പ്രധാന 5 ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്ന ഇബാദത്തുകളെക്കുറിച്ചും വിശദമായ പഠനം കഴിഞ്ഞിട്ടാണ് ഹാജിമാർ യാത്ര ആരംഭിക്കുന്നതെന്നറിയാം. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി എത്തുന്ന ഹാജിമാർക്ക് സൗദിയിലെത്തിയാൽ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷണം, പാർപ്പിടം, ചുറ്റുപാട് എല്ലാം വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളെ എങ്ങനെയെല്ലാം നേരിടാമെന്നും എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്നും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നത് വരെയുള്ള മാനസിക ശാരീരിക ആരോഗ്യത്തെ എങ്ങനെ നിലനിർത്താമെന്നും നമുക്ക് മനസ്സിലാക്കി തരാനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയാനുമായി ജിദ്ദയിലെ 2 പ്രമുഖ വ്യക്തിത്വങ്ങളാണ് നമുക്കൊപ്പം ചേർന്നിട്ടുള്ളത്. ഹാജിമാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംവദിക്കുന്നതിനായി തനിമ വെസ്റ്റേൺ പ്രൊവിൻസ് ജനറൽ സെക്രട്ടറിയും തികഞ്ഞ സാമൂഹിക പ്രവർത്തകനുമായ ജിദ്ദക്കാർക്ക് സുപരിചിതനുമായ ഉമർ ഫാറൂഖ് സാഹബാണ് നമ്മോടൊപ്പം ഉള്ളത്. ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സയൻസിലെ
ഫാക്കൽറ്റിയും സിജി ജിദ്ദ ചാപ്റ്ററിന്റെയും ഇന്ത്യൻ സ്കൂൾ പാരന്റ്സ് ഫോറത്തിന്റെയും ജനറൽ സെക്രട്ടറിയും ജിദ്ദയിലെ വിവിധ സംഘടനകളിലെ സജീവ അംഗവും ജിദ്ദ സമൂഹത്തിന് ഏറെ പ്രിയങ്കരനും സുപരിചിതനുമായ ഗായകൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫൈസലാണ്. ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ എത്തിച്ചേർന്ന എല്ലാ ഹാജിമാർക്കും, ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്ന എല്ലാ സിജി കുടുംബാംഗങ്ങൾക്കും സിജി ഇന്റർനാഷണൽ വിമൻ കളക്റ്റീവിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതാണ്. സെഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഫോട്ടോ സെഷൻ ആവാം. അതിനുവേണ്ടി എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ നമുക്കൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സെഷനിലേക്ക് മൂവ് ചെയ്യാം. ഫറ, ആർ യു റെഡി? ഫറ, ഓവർ. ഓരോ വ്യക്തിയും മാനസികമായി എങ്ങനെ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കണം എന്നത് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ആത്മീയമായ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. ഈ ഓരോ ഹാജിയുടെയും ഈ ആത്മീയപരമായ ഒരു ഒരുക്കം എങ്ങനെ ആവണം എന്നതിനെ കുറിച്ച് വിശദമായി നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് ഉമർ ഫാറൂഖ് സാഹിബിനെ ക്ഷണിക്കാം. ഫാറൂഖ് സാബ്. ഓക്കെ. ഇതില് ഈ സ്ക്രീൻ ഷെയറിംഗ് ഒഴിവാക്കാമോ? അതായിരിക്കും മറ്റുള്ളവർക്ക് കാണാൻ ഷുവർ, നോ പ്രോബ്ലം. എനിക്ക് ഓഡിയൻസിനെ കാണാനും നല്ലത് സൗകര്യം അതായിരിക്കും. അല്ല, അതിപ്പോ മാറ്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ നമ്മുടെ സിജി ജിദ്ദ വിമൻ കളക്റ്റീവിൻ്റെ സാരഥികളെ, ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവൻ്റെ അതിഥികളായി പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പ്രദേശങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ തന്നെ പല പ്രദേശങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹാജിമാർ മക്കയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തനിമയുടെ ടീം അംഗങ്ങളും വോളണ്ടിയർമാരും ഒക്കെ മക്കയുടെ പ്രദേശങ്ങളിൽ അവരെ സ്വീകരിക്കുവാനും അവരുടെ സൗകര്യങ്ങൾ ലഭ്യമാക്കുവാനുമുള്ള ഒരു തീവ്രമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. തനിമ മാത്രമല്ല, മറ്റനേകം സാമൂഹിക സംവിധാനങ്ങളും സംഘടനകളും ഒക്കെ, സന്നദ്ധ സേവക സംഘങ്ങളൊക്കെ മക്കയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഹജ്ജിൻ്റെ സന്ദർഭത്തിലും അതിനു മുമ്പും ഹാജിമാർ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും മടങ്ങുന്നത് വരെയും സന്നദ്ധ പ്രവർത്തകർ അവരുടെ സഹായങ്ങൾക്കായി കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഓരോ രാജ്യത്തിൻ്റെയും കോൺസ്റ്റേറ്റുകളുടെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥരും ഹജ്ജ് മിഷൻ സംഘങ്ങളുമൊക്കെ മക്കയിൽ സജീവമായിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഏത് സമയത്തും ഏത് സഹായത്തിനും ഹാജിമാർക്ക് സമീപിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ വളരെ വ്യാപകമായ രീതിയിൽ തന്നെ മക്കയിലെ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് 30 ലക്ഷത്തോളം അല്ലെങ്കിൽ 30 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഹാജിമാർ ഒരുമിച്ച് സംഗമിക്കുന്ന ഒരിടത്ത് ഇത്രയും അധികം ജനങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ചൊരാശങ്കയും നിങ്ങൾക്കാർക്കും വേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. മറിച്ച് നമുക്ക് വേണ്ടത് നമ്മളെവിടേക്കാണ് എത്തിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും നമ്മൾ ആരുടെ അതിഥിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും
നമ്മളൊരു ഹാജിയാണ് എന്ന നിലയ്ക്കുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ, വളരെ സമാധാനപൂർണ്ണമായ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ തന്നെ ഹജ്ജ് വളരെ ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കുവാനും അതിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും നല്ല മനസാന്നിധ്യത്തോടു കൂടി പൂർത്തീകരിക്കുവാനും അങ്ങനെ മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിച്ചവരായി മാറുവാനും ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയാണ് നമ്മളെല്ലാവരും മക്കയിലേക്ക് എത്തുന്നത്. ഹാജിമാരെല്ലാവരും മക്കയിലേക്ക് എത്തുന്നത്. മലയാളി ഹാജിമാർ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ യാത്ര തുടങ്ങുകയും എത്തിച്ചേരാൻ ഇരിക്കുകയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട ആളുകളും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹജ്ജിൻ്റെ തയ്യാറെടുപ്പുകൾ എന്ന് ഞാൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾക്കെല്ലാവരും നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. പക്ഷേ വതസവ്വദു ഇന്ന ഖൈറസ്സാദി തഖ്വ, മക്കയിലേക്ക് ഹജ്ജിനെത്തുവാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വഴികളും പാഥേയങ്ങളും നിങ്ങൾ തയ്യാറാക്കണം. പക്ഷേ ആ തയ്യാറാക്കുന്ന പാഥേയങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഇന്ന ഖൈറസ്സാദി തഖ്വ, തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് തഖ്വ എന്നതിനെ സംബന്ധിച്ച് സാമാന്യ ബോധം ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വസ്ത്രധാരണത്തിലോ സംസാരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരങ്ങളിലോ ഒന്നുമല്ല തഖ്വയുള്ളത്, നമ്മുടെ മനസ്സിലാണ്. അള്ളാഹുവിന് നമ്മുടെ മനസ്സിലുള്ള സ്ഥാനം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മുടെ മനസ്സിലുള്ള സ്ഥാനം എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളോടും അവൻ്റെ നിരോധങ്ങളോടുമുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നതാണ് സത്യത്തിൽ തഖ്വ. ഇംതിസാലു അവാമിരില്ല വജിത്തിനാബു അൻ നവാഹിഹി എന്നാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു തഖ്വയെ സംബന്ധിച്ച് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിക്കുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ. പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് തഖ്വയുടെ ഒരു മനസ്സ് ഉണ്ടാവുക എന്നതാണ് ഏതൊരു ആരാധനാകർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുവാനുള്ള ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു എന്ന രാജാതിരാജനായ പ്രപഞ്ച സ്രഷ്ടാവായ ദൈവം തമ്പുരാൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ വരുന്നത് എന്ന ഒരു മാനസികാവസ്ഥ ഒന്നാമതായി തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. മറ്റൊരു ടെൻഷന് നമുക്ക് വേണ്ടതില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഇവിടെയുള്ള ഹാജിമാരുമായി ഹജ്ജിനെത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ടതിൻ്റെയും അവർക്ക് സേവനം നൽകിയതിൻ്റെയും പരിചയത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കുക എന്നതാണ് ഞാൻ ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ നിന്ന് മക്കയിലെത്തുന്നതോടുകൂടി തന്നെ, അപ്പോൾ ഹജ്ജിൻ്റെ ദിവസങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തിന് മുമ്പ് തന്നെ മിക്ക ആളുകളും എത്താറുണ്ട്. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് പിന്നെയും 2-3 ആഴ്ച ഇവിടെ തങ്ങുന്ന രീതിയാണ് മിക്ക ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവുക. 1.5 മാസം പുണ്യനഗരങ്ങളിൽ മക്കയിലും മദീനയിലുമായി നമ്മുടെ ഹാജിമാരുണ്ടാകും. അപ്പോൾ മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചില ഉദ്ദേശങ്ങളോട് കൂടി തന്നെയായിരിക്കും എല്ലാവരും പുറപ്പെടുക. ഹജ്ജാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ കുറേയൊക്കെ സംഭവിക്കുന്നത്, ഹജ്ജിൻ്റെ സമയത്ത് വരുമ്പോൾ വളരെ ആരോഗ്യവാന്മാരായി വരുന്ന ആളുകൾ ഹജ്ജ് എത്തുമ്പോഴേക്ക് ആരോഗ്യപരമായി വളരെ ദുർബലരാകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ചില എന്താ പറയുക, ഒരു ആസൂത്രണമില്ലായ്മ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഉണ്ടാവാത്തതാണ് അതിൻ്റെ കാരണമെന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ മക്കയിലേക്ക് എത്തുന്ന പലരും നേരത്തെ ഉംറയ്ക്ക് വന്ന് മക്കയും മദീനയുമൊക്കെ കണ്ടുപോയവരുണ്ടാകാം. അതൊന്നുമല്ല, ആദ്യമായി പുണ്യനഗരങ്ങളിലേക്ക് വന്നെത്തുന്നവരും ഉണ്ടാകാം. അപ്പോൾ ആദ്യമായി വന്നെത്തുന്നവർക്കാണ് പലപ്പോഴും പ്രയാസം കൂടുതലായിട്ടുണ്ടാകുന്നത് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ അവിടെ എത്തിയാൽ ഉടനെ 15 ഉംറ 20 ഉംറ ചെയ്യാം എന്നൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് പലരും മക്കയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തി ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് 15-20 ഉംറയൊക്കെ അങ്ങ് നിർവഹിക്കും. അത് കഴിഞ്ഞ് ഹജ്ജിൻ്റെ സമയമാകുമ്പോഴേക്ക് ആരോഗ്യപരമായി അവശരായി ഹജ്ജിൽ ആളുകളെ സ്ട്രക്ചറിലും ബെഡിലും കൊണ്ടുപോയി അറഫയിൽ എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 25 10 ഉംറ 1 2 ഉംറ എന്നതല്ല എൻ്റെ പ്രശ്നം. നിങ്ങൾ ഉംറ ചെയ്തോളൂ. വിഷയം എന്ന് പറയുന്നത്, ഹജ്ജിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഹജ്ജാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം ഹജ്ജാണ്, ഉംറയല്ല. അപ്പോൾ മക്കയിലെത്തുമ്പോൾ 1 മാസം മുമ്പോ അല്ലെങ്കിൽ 30 ദിവസം മുമ്പോ നിങ്ങൾ അല്ലെങ്കിൽ 20 ദിവസം മുമ്പോ മക്കയിലെത്തിയാലും
മക്കയിലെത്തിയ ഉടനെ ഒരു ഉംറ നിർവഹിച്ച് പിന്നീട് വളരെ സ്വസ്ഥമായി നിങ്ങൾ താമസിക്കുന്നിടങ്ങളിൽ തങ്ങുകയും കൂടുതൽ സമയങ്ങൾ നിങ്ങൾ ഹറമിൽ വന്ന് ചിലവഴിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഹജ്ജിൻ്റെ സമയം വരെ നിങ്ങൾ ചരിത്ര സ്ഥലങ്ങളൊക്കെ കണ്ട് ആ ഒരു മാനസികമായി അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറെടുത്ത് നിന്നാൽ വളരെ ആരോഗ്യപരമായ അവസ്ഥയിൽ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ കർമ്മശാസ്ത്രങ്ങളിലേക്കൊന്നും പോകുന്നത്, ഫിഖഹിലേക്ക് പോവുകയല്ല. നമുക്ക് ഹജ്ജ് എങ്ങനെ ഫലപ്രദമായി നിർവഹിക്കാം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊന്ന് ആദ്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന അവൻ്റെ വിളിയുടെ ഉത്തരം നൽകിക്കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഹജ്ജ് എന്നുള്ള ലക്ഷ്യം മാത്രം മുൻനിർത്തുകയും അതിനു മുമ്പ് ഉള്ള ശാരീരിക അധ്വാനങ്ങൾ കുറയ്ക്കുകയും കുറച്ചൊക്കെ നടക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഒരുപാട് നമുക്ക് അധ്വാനങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഈ ഹജ്ജിന് എത്തുന്നവരുടെ യോഗ്യതയെ സംബന്ധിച്ച് പറയും മനിസ്തത്ത ഇലൈഹി സബീല എന്നാണല്ലോ പറയുന്നത്. മക്കയിലേക്ക് എത്താൻ സാധ്യമാകുന്നവർ, എന്താണ് ആ സാധ്യത? ആ സാധ്യമാക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ്? വെറും സമ്പത്ത് മാത്രമല്ല, സാമ്പത്തികമായി നമ്മൾ മക്കയിലേക്ക് എത്താനുള്ള എല്ലാ ശേഷിയും ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ സാമ്പത്തികമായ ശേഷി ഉള്ളതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യപരമായ ശേഷി എന്ന് പറയുന്നത്. വലിയ ശാരീരികമായ അധ്വാനം ആവശ്യമുള്ള ഒരു ആരാധനാക്രമമാണ് ഇസ്ലാമിൽ ഹജ്ജ് എന്ന് പറയുന്നത്. മറ്റൊന്നിനും അത്രയും വലിയൊരു ശാരീരിക അധ്വാനം ആവശ്യമില്ല അല്ലേ. ഇസ്ലാമിലെ 5 പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ നമ്മൾ പറയുന്നത് ബുനിയൽ ഇസ്ലാമു അല ഹംസിൻ എന്ന് പറഞ്ഞ് പണ്ട് മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 ഇസ്ലാം കാര്യങ്ങൾ. അത് ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 കാര്യങ്ങളും അനുഷ്ഠാനങ്ങളാണ്. നമസ്കാരമാണ്, സക്കാത്താണ്, ഹജ്ജാണ് അല്ലേ. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, 4 കാര്യങ്ങൾ. നമസ്കാരത്തെ നമുക്ക് ദിവസം 5 നേരമാണ് നിർവഹിക്കേണ്ടത്. വലിയ ശാരീരിക അധ്വാനം ഇല്ലാതെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ആരാധനാകർമ്മമാണ്. സക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ഇത്ര അളവ് ഒരു വർഷം പൂർത്തിയായാൽ നമുക്ക് കൊടുത്തു വിട്ടേണ്ട നിർബന്ധമായ ദാനമാണ്. നോമ്പെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു മാസമാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ വർഷത്തിലെന്നല്ല, എല്ലാ വർഷവും ഹജ്ജ് നടക്കുമെങ്കിലും ഒരു മനുഷ്യായുസിൽ ഒരു തവണയാണത് നിർബന്ധമായിട്ടുള്ളത്. പക്ഷേ അതിന് ഹജ്ജിൻ്റെ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലേ, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട സന്ദർഭമാണ്, സമയമാണ്, മാസങ്ങളാണ്. അങ്ങനെ മാസങ്ങളുടെ കാര്യം അള്ളാഹ് പറയുന്നുണ്ട് എങ്കിലും ഹജ്ജ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 മുതൽ 6 ദിവസങ്ങൾ വരെയാണ്. ദുൽഹജ്ജ് 8 മുതൽ, ദുൽഹജ്ജിന് 12-ന് മിനയിൽ നിന്ന് മടങ്ങുന്നവരുണ്ടാകാം, 13-ന് മടങ്ങുന്നവരുണ്ടാകാം. 13ആയിട്ട് നമ്മൾ എടുത്താൽ 8 മുതൽ 13 ഉൾപ്പെടുന്ന 6 ദിവസങ്ങളാണ് ഹജ്ജിൻ്റെ ദിവസങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ നേരത്തെ തന്നെ ഇവിടെ എത്തി മാനസികമായും ശാരീരികമായൊക്കെ തയ്യാറായി നമ്മൾ തങ്ങുന്നത്. അപ്പോൾ ആ 6 ദിവസത്തേക്ക് ആരോഗ്യപരമായ വളരെ നല്ല അവസ്ഥയിൽ ഹജ്ജ് നിർവഹിക്കുവാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടുകൂടിയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോടും കൂടി വേണം നമ്മൾ മക്കയിൽ കഴിഞ്ഞുകൂടുവാൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് വരുന്നവരും അല്ലാതെ ഹജ്ജിന് വരുന്ന ആളുകളൊക്കെ അവർക്ക് സാധ്യമാവുന്ന സമയത്തൊക്കെ മക്കയിലേക്ക് ഹറമിലെത്തി നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സാധ്യമാവുന്ന രീതിയിൽ ഹറമിൽ വരണം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന പല താമസ സ്ഥലങ്ങളും 4, 5, 6 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ പലരും ഈ വളരെ ശാരീരിക അധ്വാനം ആവശ്യമുണ്ട് അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് എത്താൻ. അങ്ങനെ നടന്നിട്ട് ഹറമിലെത്തി എല്ലാ നമസ്കാരവും നിർവഹിച്ച് തിരിച്ചു പോവുക എന്ന് പറയുന്നത് പ്രതിഫലാർഹമായ കാര്യം തന്നെയാണ്. പക്ഷേ ഹജ്ജിലേക്ക് എത്തുമ്പോൾ നമുക്ക് ശാരീരികമായ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത് സുബഹിയും അതുപോലെ തന്നെ ളുഹറും നമ്മൾ താമസിക്കുന്ന ഇടത്തെ പള്ളിയിൽ നിർവഹിക്കുകയും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അസറോടുകൂടി ഹറമിലെത്തി അസറും മഗ്രിബും ഇശായും ഹറമിൽ ചിലവഴിക്കുകയും ചെയ്യുന്ന രീതി സ്വീകരിച്ചാൽ കൂടുതൽ സമയം നമുക്ക് ഹറമിൽ ചിലവഴിച്ചതായ ഒരു അവസ്ഥയും ഉണ്ടാകും. നമുക്ക് വളരെ സ്വസ്ഥവും സമാധാനവുമായി ഹജ്ജ് നിർവഹിക്കുവാനും കഴിയും. മറ്റൊന്ന് കണ്ടത്, ആളുകൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ ചൂട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്, ചെറുതായിട്ട് ചൂടുണ്ട് പകൽ. അപ്പോൾ നടന്നിങ്ങനെ വരുമ്പോൾ ദാഹിച്ച് വലഞ്ഞ് വന്ന് തണുത്ത സംസം വെള്ളം അല്ലേ, നമ്മളവിടെ ഹറമിൽ ഇങ്ങനെ സംസം നിരത്തി വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ലഭ്യമാണ്. തണുത്ത വെള്ളമുണ്ട്, തണുപ്പില്ലാത്ത സംസമുണ്ട്. വന്ന് നമ്മൾ ആ ദാഹത്തിൻ്റെ ആവേശത്തിൽ ഈ തണുത്ത സംസം അങ്ങ് കുടിക്കും. ഒരു 4-5 ഗ്ലാസ് അങ്ങ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഫക്കെട്ടും ചുമയും തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ആയിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് വരും. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ചുമയും ഈ പ്രശ്നങ്ങളുമായി ഡോക്ടറും സംവിധാനങ്ങളും അടുത്ത 2-3-4 ദിവസം നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് അനുഗുണമായ രീതിയിലുള്ള വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും, തണുത്ത ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമുള്ളവർ ഇവിടെ തണുത്ത ഭക്ഷണം ഒരിക്കലും കഴിക്കാതിരിക്കുകയും ആ ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുകയും വെള്ളം കുടിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുകയും ചെയ്താൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ആ നിലയ്ക്കുള്ളൊരു മാനസികമായ എല്ലാ കാര്യത്തിലും ഒരു കൃത്യമായൊരു പ്ലാനിങ്ങോടെ കൂടി മുന്നോട്ട് പോയാൽ അള്ളാഹു അനുഗ്രഹിച്ചാൽ വളരെ ആരോഗ്യപരമായി നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുമെന്നതാണ് ഞാൻ
പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ മക്കയിൽ താമസിക്കുമ്പോഴും മദീനയിൽ താമസിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മക്കയിൽ ചരിത്ര സ്ഥലങ്ങളുണ്ട്, ഹിറ ഗുഹയുണ്ട്, സൗർ ഗുഹയുണ്ട്, അല്ലേ? നമുക്ക് അവിടേക്ക് ഒന്ന് കയറാൻ തോന്നും, കാണേണ്ട ചരിത്ര സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ശാരീരികമായി വലിയ അധ്വാനമുള്ള കാര്യങ്ങളാണ്. ഹിറയിലേക്ക് പോകാൻ മല കയറണം, സൗറിലേക്ക് എത്താൻ മല കയറണം, നടന്നു തന്നെ കയറണം, വണ്ടിയിലൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്നുകിൽ ഹജ്ജ് കഴിഞ്ഞുള്ള സമയത്തേക്ക് മാറ്റി വയ്ക്കുകയും ഹജ്ജിന് മുമ്പ് നമ്മൾ മക്കയിൽ ഒരു ഹജ്ജിൻ്റെ മനസ്സോടുകൂടി തങ്ങുകയും ചെയ്താൽ വളരെ നല്ല നിലയ്ക്ക് നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം. അപ്പോൾ ഈ നിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി നിയത്ത് ചെയ്തുകൊണ്ടായിരിക്കും നാട്ടിൽ നിന്ന് വരുന്നത്. ഇഹ്റാമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹജ്ജിൻ്റെ അമീർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഒരു അമീർ ഉണ്ടാകും, അല്ലേ? അവിടെ നിന്ന് തുടങ്ങുമ്പോഴേ നിങ്ങൾക്കൊരു നേതാവ് ഉണ്ടാവും നിങ്ങളുടെ സംഘത്തിന്. ഇവിടെ എത്തിയാലും അതുണ്ടാകും. അത് ഹജ്ജിൻ്റെ സമയത്തുണ്ടാവും, മിനയിലുണ്ടാവും, അറഫയിലുണ്ടാവും, മുസ്ദലിഫയിലുണ്ടാവും. നിങ്ങൾ മിനയിൽ തങ്ങുന്നിടത്തോളം ഉണ്ടാവും ഒരു അമീർ നിങ്ങൾക്കുണ്ടാകും. ആ അമീറിനെ സംബന്ധിച്ച് ആ അമീറിനോട് നമുക്കുണ്ടാവേണ്ട മനോഭാവം, അദ്ദേഹം നമ്മുടെ ഹജ്ജിനെ മുടക്കാൻ നിൽക്കുന്ന ആളാണ് എന്ന മനോഭാവം ഉണ്ടാകരുത്. പലപ്പോഴും പലയിടത്തും നമ്മൾ കാണുന്നത്, മുമ്പൊക്കെ പല ടെൻറ്റുകളിലും ഗ്രൂപ്പിൽ ഭയങ്കര വഴക്കും ബഹളവും ഉണ്ടാകും. സത്യത്തിൽ വഴക്കും ബഹളവും ഹറമിൻ്റെ സ്ഥലത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? അല്ലെ? അള്ളാഹ് പറഞ്ഞ എന്താണ്? ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹ് പറയുകയാണ്, ഹജ്ജിൻ്റെ സമയത്ത് തെമ്മാടിത്തരം, കുതർക്കങ്ങൾ, വാക്കുതർക്കങ്ങൾ, വർത്തമാനം, ഇത് നിങ്ങൾ ഒഴിവാക്കണം. പക്ഷേ നമ്മൾ പലപ്പോഴും ആളുകൾ ഈ പ്രയാസപ്പെട്ട് ദുരിതം ഉണ്ടാവും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഹജ്ജിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. നമ്മൾ ഒരു ജീവിതത്തിൽ ഇരുവരെയും അനുഭവിക്കാത്ത തിരക്കും, നമ്മൾ ജീവിതത്തിൽ ഇരുവരെയും അനുഭവിക്കാത്ത പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. അതാണ് ഹജ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് സ്വബറോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് കൈവിട്ടു പോവുകയും എന്താണോ നമുക്ക് നേടേണ്ടിയിരുന്നത് അത് നമുക്ക് ലഭ്യമാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഹജ്ജിനെ സംബന്ധിച്ച് വഴക്കും വക്കാണവും ഉണ്ടാവുക, ഉന്തും തള്ളും ഉണ്ടാവുക, തിക്കിത്തിരക്കുക എന്ന് പറയുന്നതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ കൂടെയുള്ള അമീർ നിർദ്ദേശിക്കുന്നത് എന്തോ അത് നമ്മൾ അനുസരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം, അല്ലേ? നമ്മളൊരു സംഘത്തിൽ ചേർന്നാൽ ആ സംഘത്തിൽ ഒന്നാമതായി നമുക്ക് വേണ്ട ഉത്തരവാദിത്വവും ബാധ്യത എന്ന് പറയുന്നത് അസ്സംഉ വത്വാഅ, കേൾക്കുക, അനുസരിക്കുക. ഫീമാ അഹബ്ബ വ കരിഹ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, വഫിൽ ഉസ്രി വൽ യുസ്ർ, പ്രയാസത്തിലും എളുപ്പത്തിലും, ഈ സന്ദർഭങ്ങളിലൊക്കെ ലീഡർഷിപ്പിനെ അനുസരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല നിലയ്ക്ക് ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അമീർ ഈ സമയത്ത് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഇല്ല ഇപ്പോൾ പോയില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ട് നിങ്ങൾ അപകടത്തിലകപ്പെടും. അതുപോലെ തന്നെ തവാഫിൻ്റെ സന്ദർഭത്തിൽ തവാഫ് നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം മക്കാം ഇബ്രാഹിമിൻ്റെ അവിടെ നിന്നാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് ഹജ്ജിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് മക്കാം ഇബ്രാഹിമിൻ്റെ അവിടെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അക്രമമാണ്. കാരണം മറ്റുള്ള ആളുകളുടെ തവാഫിനെ മുടക്കുന്ന പണിയാണ്. അപ്പോൾ മക്കാം ഇബ്രാഹിമിൻ്റെ അടുത്തല്ലെങ്കിലും പള്ളിയുടെ ഉള്ളിലേക്ക് കയറി നമസ്കരിക്കാൻ വേണ്ടി അമീർ പറഞ്ഞാൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. മതപരമായ നമ്മൾ വിചാരങ്ങളല്ല, എല്ലാവരുടെയും കർമ്മങ്ങൾ സുഗമമായി നടക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റും അതിൻ്റെ സംഘങ്ങളും അതിൻ്റെ ലീഡേഴ്സും തന്നാൽ ആ നിർദ്ദേശത്തെ മനസ്സിൽ നമ്മൾ കേൾക്കുക ആദ്യം, അല്ലേ? നമ്മളത് പറയുമ്പോൾ തന്നെ ആദ്യം കേൾക്കുക, പിന്നെ അനുസരിക്കുക, അല്ലേ? ചില ആളുകൾ അമീർ പറഞ്ഞു തരുന്നത് എന്താണോ അത് കേൾക്കാതെ അനുസരിക്കാൻ പോകരുത്. എന്താണോ അമീർ പറയുന്നത് അതാദ്യം ശ്രദ്ധിച്ച് കേൾക്കുകയും. പലപ്പോഴും സംഭവിക്കുന്നത് അതാണ്. അമീർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടാവും, ആളുകൾ ഫോണിലായിരിക്കും, അവിടെ ആയിരിക്കും, ഇവിടെ. അങ്ങനല്ല. നമ്മൾ ഏതൊരു സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ കല്ലേറേണ്ട സമയത്ത്, ജംറയിൽ കല്ലെറിയാൻ പോകുമ്പോൾ അതിന് നമുക്കൊരു നിശ്ചയിക്കപ്പെട്ട, നമ്മുടെ ഗ്രൂപ്പിന് നിശ്ചയിച്ച ഒരു സമയം ഉണ്ടാവും. ആ സമയത്തെ നമ്മളത് ചെയ്യാവും. അതിന് മുമ്പ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ ആ മൊത്തം ഗ്രൂപ്പിൻ്റെയും നിങ്ങളെ കാത്തവരെ നിൽക്കും. അവസാനം നിങ്ങളവർ കണ്ടെത്തൂല, അവരുടെ ഇബാദത്ത് കൂടി മുടങ്ങും. അപ്പം നിങ്ങൾ നമ്മളുടെ കാര്യം മാത്രം നോക്കി മുന്നിട്ടിറങ്ങിയാൽ മറ്റുള്ള ഹാജിമാരുടെയും കൂടി ഇബാദത്ത് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ലീഡറെ അനുസരിക്കുകയും അദ്ദേഹത്തെ കേട്ട് അദ്ദേഹത്തെ അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തെ അനുസരിക്കുകയാണ് ഈ ഹജ്ജ് ഏറ്റവും നല്ല നിലയ്ക്ക് പൂർത്തീകരിക്കുവാൻ നമുക്ക് സഹായകമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് അമീറിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുകയും ആ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നിലയ്ക്ക് ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയും. നമുക്ക് നടക്കാനൊക്കെ പ്രയാസമുള്ളവരുണ്ടാവും, പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം, എപ്പോഴും മൂത്രമൊഴിക്കുന്ന തോന്നുന്ന സ്വഭാവത്തിലുള്ള, അതൊക്കെ എനിക്ക് തോന്നുന്നു ഫൈസൽ സാഹിബിൻ്റെ സെഷനിൽ വരുമായിരിക്കും ഡോക്ടറുടെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാകും. പക്ഷേ അപ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തവാഫിൻ്റെ കാര്യത്തിൽ മാത്രം, ഞാനിത് മുമ്പും പല ഹാജിമാരെന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, തവാഫ് ചെയ്യുന്ന സമയത്ത് ഉളു പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ തവാഫിൻ്റെ സമയത്ത് ഉളു പോയാൽ നിങ്ങൾ എവിടെ വെച്ചാണോ തവാഫ് ഉളു നഷ്ടപ്പെട്ടത്, നമ്മൾ പുറത്തിറങ്ങിപ്പോയി ഉളു എടുത്ത് വന്ന് തവാഫ് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. തവാഫ് മാത്രം നിർവഹിക്കുവാനാണ് നമുക്ക് ഉളു നിർബന്ധമായിട്ടുള്ളത്. സഈൻ്റെ സമയത്ത് ഉളു നമുക്ക് നഷ്ടപ്പെട്ടാൽ സഈൻ്റെ സമയത്ത് ഉളു എടുക്കൽ നിർബന്ധമില്ല, ഉളു ഇല്ലാതെ അത് പൂർത്തീകരിക്കാം.
പക്ഷേ നമ്മൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 7 തവാഫാണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. 3-ാമത്തെ തവാഫിലാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ പുറത്തിറങ്ങുകയും വുളു എടുത്ത് രണ്ടാമത് വന്ന് 4 മുതൽ ആ 3 പൂർത്തീകരിച്ച് 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് 7 ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഒരാശങ്കയും മനസ്സിൽ വലിയ ടെൻഷനൊന്നും ആവശ്യമില്ല. മറ്റൊരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, അതുകൂടെ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പല ആളുകളും നാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളുടെ പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ ഈ മലയാളത്തിലുള്ളതുണ്ട്, അറബിയിലുള്ളതുണ്ട്, ഹർക്കത്തുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ടെൻഷനാവുകയാണ്. ഇതെങ്ങനെ പഠിക്കാതെ ഹജ്ജ് ചെയ്താൽ എന്ത് ശരിയാവും? ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ആലോചിച്ച് നോക്കും, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നമുക്കറിയാവുന്നൊരു ഹദീസ് ഉണ്ട് അല്ലേ? വമല്ല എന്താണ്, ലാ സ്വലാത്ത ലിമൻ ലാ ഖറഅ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത ഒരാൾക്ക് നമസ്കാരം ലഭ്യമാവൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമാം ഉറക്കെ ഓതാത്ത നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട് അല്ലേ? ഇമാം ഉറക്കെ ഓതുന്നതിൽ 2 അഭിപ്രായമുണ്ട്. ഉറക്കെ ഓതുന്ന സൂറത്തുകളിൽ ആ നമസ്കാരങ്ങളിൽ ഇമാമിനെ കേട്ടാലും മതിയാവും. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മളത് പതുക്കെ ഓതുന്ന സമയങ്ങളിൽ നമുക്ക് ഓതൽ നിർബന്ധമാണ് ഫാത്തിഹ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു ദുആ പറഞ്ഞില്ലെങ്കിൽ ഹജ്ജ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഹജ്ജിലില്ല. ഇത് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ കിട്ടിയ പുസ്തകങ്ങൾ, ഈ ഏടുകളും എടുത്ത് വെച്ചിട്ട് നമ്മളിത് വായിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു തെറ്റിദ്ധാരണയും നമുക്ക് വേണ്ട. പല ആളുകളുടെയും ടെൻഷൻ അതാണ്. ഇപ്പോൾ പ്രായമായി നമ്മൾ പല ആളുകളാണ് ഹജ്ജിന് വരുന്നത്. അവർക്ക് ഒരു ദുആ കാണാതെ മൊത്തമായി പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാനിത് എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ, ഇത് പഠിച്ചില്ലെങ്കിൽ എൻ്റെ ഹജ്ജ് പോകും. അങ്ങനെ ഒരു ചിന്തയും ആവശ്യമില്ല. നമ്മൾ എന്തിനാണ് ഹറമിലേക്ക് വരുന്നത്? അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയാണ് വരുന്നത്. നമ്മൾ സ്വയം വരികയാണ്. അള്ളാഹ് വിളിച്ചു, നമ്മളാ അള്ളാഹ്ക്ക് ഉത്തരം നൽകുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത വൽ മുൽക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞ്, അള്ളാഹു നിനക്കാണ് അധികാരം, നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്ത് ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് എപ്പോഴും ഉരുവിട്ടുകൊണ്ടാണ് നമ്മൾ ഹറമിലേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ വരുമ്പോൾ അള്ളാഹ്ക്കറിയാം നമ്മൾ അള്ളാഹുവിൻ്റെ അവിടെ ഉത്തരം ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥനയുടെ മനസ്സോടുകൂടിയാണ് വരുന്നത്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹ് സ്വീകരിക്കും. നമ്മൾ നോക്കൂ, അവിടെ എത്ര ജാതി മനുഷ്യരാണ് വരുന്നത് ഹറമിൽ. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ആചാരങ്ങൾ, വിവിധ വേഷവിധാനങ്ങൾ, വിവിധ തൊലി നിറമുള്ളവർ, കുറിയവർ, വലിയവർ, ആരോഗ്യ ദൃഢഗാത്രർ, പല സ്വഭാവത്തിലുള്ള ആളുകൾ വരാറുണ്ട്. എല്ലാവരുടെയും മനസ്സ് ഒരേ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ മനസ്സ് മാത്രമാണ്. എല്ലാവരും അറബിയിൽ അറിയുന്നവരല്ല, എല്ലാവരും അറബിയിൽ പ്രാർത്ഥിക്കുന്നവരല്ല. അതുകൊണ്ട് അറബിയിൽ പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന ശരിയാവൂ എന്ന ഒരു തെറ്റിദ്ധാരണയും നമുക്കാകെ വേണ്ടതില്ല. നമ്മൾ അള്ളാഹിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് വരുന്നു. അള്ളാഹുവിനോട് നമുക്ക് എന്തും ചോദിക്കാം, ഏത് ഭാഷയിൽ, നമുക്കറിയാവുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ മനസ്സല്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാകാൻ പാടില്ല. അത് നമ്മൾ കാണാറുണ്ട്. വലിയ കാര്യത്തിൽ നമ്മൾ തവാഫിന് മക്കയിലേക്ക് എത്തും, എന്നിട്ട് തവാഫ് ഇങ്ങനെ ചെയ്യും. ഒരു തവാഫ് 2 തവാഫ് കഴിയുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ മിണ്ടാതെ പോവുക. പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലാണ്. പിന്നെ ആളുകൾ ഫോൺ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ എന്തിനാണ് വന്നത്? നിങ്ങൾക്ക് സെൽഫി എടുക്കാം, വീഡിയോ എടുക്കാം. തവാഫ് സഅയൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് എത്രയോ സമയമുണ്ട്. ഈ തവാഫിനിടയിൽ ഇതിന് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോവുകയും നമ്മുടെ മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. എത്രയോ ദൂരങ്ങൾ താണ്ടി എത്രയോ തുക ചിലവാക്കിയാണ് നമ്മൾ എത്തുന്നത് ഹജ്ജിന്. ആ കിട്ടുന്ന അവസരത്തിൽ നമ്മുടെ മനസാന്നിധ്യത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് നേരെ തിരിഞ്ഞ് നിഷ്കളങ്കമായ ഇബാദത്ത് അനുഷ്ഠിച്ചാൽ അവർക്കാണ് മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കുക. അവരാണ് ഹജ്ജ് കഴിച്ച് തിരിച്ചു വരുന്നവർ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞിനെ പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരെ പറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസാന്നിധ്യവും നിഷ്കളങ്കമായ നമ്മുടെ ഇഖ്ലാസും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് തടസ്സമുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ഇപ്പോൾ തവാഫിന് വന്നാൽ നമുക്ക് അറബിയിൽ പ്രാർത്ഥന അറിയില്ലെങ്കിലും നമ്മൾ അറിയാവുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ബന്ധുക്കൾ ആരൊക്കെ നമുക്ക് ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെല്ലാം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരെയൊക്കെ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹ് പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറബിയിലെ ഭാഷ അറിയില്ല, ഒരു പുസ്തകത്തിൽ തുറന്നു നോക്കി വായിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇല്ലെങ്കിലും ഹജ്ജ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഹജ്ജിന് ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിർബന്ധമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സുന്നത്തായ നിരവധി പ്രാർത്ഥനകളാണ്, നമുക്ക് എപ്പോഴും ചെല്ലാവുന്ന പ്രാർത്ഥനകളാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, യാത്ര തുടങ്ങുമ്പോൾ, സുബ്ഹാനല്ലാഹി സഹറലാൻ തുടങ്ങുന്ന യാത്ര തുടങ്ങുമ്പോൾ പ്രാർത്ഥനയൊക്കെ ഹജ്ജിൻ്റെ സമയത്ത് മാത്രമല്ല, എപ്പോഴും നമുക്ക് പഠിക്കാവുന്ന പ്രാർത്ഥനകളാണ്. നമസ്കാരത്തിൽ നമുക്ക് ചൊല്ലാവുന്ന നിരവധിയായ പ്രാർത്ഥനകൾ സുന്നത്തിലും ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ പഠിക്കുക. പക്ഷേ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ ഇതൊന്നും ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് കരുതി ഒരു ടെൻഷന് നമുക്ക് വേണ്ടതില്ല. ഞാൻ പലരെയും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നല്ല നിലയ്ക്ക് നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയും. പിന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു 10-30 ലക്ഷം ആളുകൾ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വരുന്നത്.
നമ്മുടെ അവിടെ ബാത്റൂം സൗകര്യങ്ങൾ വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുണ്ട്, എന്നാലും ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഉള്ളത് തന്നെ തികയാത്തൊരു സാഹചര്യം ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ നമ്മുടെ സഹോദരൻ്റെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കുവാൻ നമ്മൾ എൻ്റെ കാര്യം ഞാൻ ആദ്യം എന്നതല്ല, അതിന് പകരം എല്ലാവർക്കും ഇബാദത്ത് ഉദ്ദേശിച്ചാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പരസ്പരം പരിഗണിക്കുന്ന, ഖുർആനിൽ ഹദീസും ആയത്തൊന്നും എനിക്ക് ഓർമ്മ ഇപ്പോൾ സമയമല്ല, ഒരു ചെറിയ കാര്യം മാത്രം പറയാം. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളിവിടെ തല്ലും തർക്കവും മുന്തും തള്ളും ഉണ്ടാക്കാൻ വന്നവരല്ല, ഹജ്ജ് നിർവഹിക്കാൻ വന്നവരാണ്. അപ്പോൾ എല്ലാവരോടും ആ മനോഭാവത്തോടെ നമ്മൾ പെരുമാറുകയും, എത്ര വലിയ പ്രയാസം ഉണ്ടായാലും ബാത്റൂമിൻ്റെ ക്യൂവിൽ നിൽക്കുമ്പോൾ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടോ എന്ന് ചോദിച്ച് സഹോദരൻ്റെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കുവാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമാവുന്നത് നമ്മുടെ ഹജ്ജായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വന്നാൽ പലപ്പോഴും നമുക്ക് നല്ല നിലയ്ക്ക് നമ്മുടെ ഹജ്ജിനെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എങ്കിലും നമുക്ക് വേണ്ട ഒന്ന്, ഹജ്ജ് പൂർത്തീകരിക്കാൻ വേണ്ട ഒന്ന് സബറാണ്, ക്ഷമയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ഇതുവരെയും അനുഭവിക്കാത്ത തിരക്കുകളിലൂടെ, നമ്മൾ ഇതുവരെയും കാണാത്ത ദുരിതങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. നമ്മൾ തീരുമാനിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഒന്നാമതായി നമുക്ക് വേണ്ടത് ക്ഷമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു ഖബറിൻ്റെ അടുക്കലിരുന്ന് ഒരു പെണ്ണ് അല്ലെ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു. റസൂൽ ചോദിച്ചു, നീ എന്തിനാണ് ഈ ഖബറിൻ്റെ അടുക്കൽ വന്നിരുന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് റസൂലിനോട് പൊട്ടിത്തെറിച്ചു. നിങ്ങളാരുമില്ലല്ലോ മരിച്ചത്, എൻ്റെ ആളല്ലേ മരിച്ചത് എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ പോയി. മറ്റൊരാൾ വന്ന് പറഞ്ഞു, നീ ആരോടാണ് കയർത്ത് സംസാരിച്ചത്? ഇല്ല, എനിക്കറിയില്ല ആരാണ് ഞാൻ സംസാരിച്ചത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യോ, അത് റസൂലായിരുന്നോ? എനിക്കറിയില്ല. ആ സ്ത്രീ റസൂലിൻ്റെ പിന്നാലെ പോയി റസൂലിനോട് ക്ഷമ ചോദിച്ചു. റസൂൽ ഇപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? ഇന്ന സബ്റ അസ്സദുമത്തുൽ ഊല. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് സബറിനെ അളക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പല പ്രയാസം ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മൾ ഹജ്ജെല്ലാം കഴിഞ്ഞ്, അനുഭവത്തിലുണ്ട്, ഹജ്ജെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി അല്ലേ, ഫ്ലൈറ്റ് ഇറങ്ങി വണ്ടി കയറാൻ പോകുമ്പോഴാണ് ഉസ്താദ് പറയണത്, നിങ്ങൾ സംസം ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ തന്നെ ഇവരെല്ലാവരും പൊട്ടിത്തെറിച്ച് ഉസ്താദിനെ ചീത്ത വിളിച്ചു. ഇവിടുന്ന് വന്ന ആളുകളായി ഈ ചീത്ത വിളിക്കുന്നത്, ഇവിടുന്ന് വന്ന ആളെ ഈ ചീത്ത വിളിക്കുന്നത്. ഹറമിൽ പോയി ഹജ്ജ് ചെയ്ത് അല്ലേ, ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച് വീണ കുട്ടിയെപ്പോലെ വരുന്ന ആളാണ് ഈ ചീത്ത വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കാൻ തോന്നിയത്? കാരണം ആ സബർ ഉൾക്കൊണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ പല പ്രയാസവും പല അവിചാരിതമായ അനുഭവങ്ങളും സംഭവങ്ങളും, ചിലപ്പോൾ സമയത്ത് ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല, സമയത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല, പല പ്രയാസവും നമുക്കുണ്ടാകും. പക്ഷേ അപ്പോഴൊക്കെയും ക്ഷമ കൈക്കൊള്ളാൻ കഴിയുന്നവർക്കാണ് ഈ ഇബാദത്ത് വളരെ മനസാന്നിധ്യത്തോടു കൂടി 100% പെർഫെക്റ്റായി പൂർത്തീകരിക്കാൻ കഴിയുക എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാനസികമായി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ അത് തഖ്വയുടെ മനസ്സുണ്ടാകണം, ദിക്റിൻ്റെ മനസ്സുണ്ടാകണം. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും നിരോധങ്ങൾക്കും നമ്മൾ മനസ്സ് വക വെച്ച് കൊടുത്തുകൊണ്ടും അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ നിതാന്തമായ ജാഗ്രത പുലർത്തിക്കൊണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ നല്ല നിലയ്ക്ക് ഈ ഹജ്ജിനെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. ആ നിലയ്ക്ക് നമ്മൾ ശാരീരികമായി തയ്യാറാവുന്നതോടൊപ്പം തന്നെ മാനസികമായി തയ്യാറാവുക. എൻ്റെ ആവശ്യങ്ങളെക്കാൾ എൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാവുക. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ക്ഷമ നല്ല നിലയ്ക്ക് നമ്മൾ പരിശീലിക്കുക. ആ ക്ഷമ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ നമസ്കാരം അതുപോലെ തന്നെ മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളൊന്നിനേക്കാൾ അപ്പുറം ആ ക്ഷമ ഏറ്റവും അനിവാര്യമായ ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ നല്ല നിലയ്ക്ക് ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയും. അറബിയിലെ ദുആ അറിയില്ല എന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല എന്നതുകൊണ്ടോ ഹജ്ജ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഹജ്ജിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും യാത്രാ അമീറിൻ്റെയും സംഘത്തിൻ്റെയും നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ നിർവഹിച്ചാൽ ഇൻഷാ അല്ലാഹ് നല്ല നിലയ്ക്ക് ഹജ്ജ് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് മടങ്ങുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആരോഗ്യത്തോടു കൂടി സുരക്ഷിതമായി ഹറമിലെത്തുവാനും വിശുദ്ധ നഗരങ്ങളിലെത്തുവാനും ഹജ്ജ് പൂർത്തീകരിച്ച് സുരക്ഷിതരായി തിരിച്ച് കുടുംബങ്ങളിലേക്ക് മടങ്ങിയെത്തുവാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ നല്ല വളരെ വിശാലമായിട്ട് തന്നെ ഒരു ഹജ്ജിന് ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ഗുണങ്ങള്, അതിൽ ഏറ്റവും വലിയ ഗുണമാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയെ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഉമർ സാഹിബ് നമുക്ക് വ്യക്തമാക്കി തന്നത്. നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യലുണ്ട്. വസ്ത്രം എടുത്തു വെച്ചിട്ടും എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടും പിന്നെ വീട്ടിൽ അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷനൊക്കെ വെച്ചിട്ടും ഒക്കെ ആ ഒരുക്കങ്ങളിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് വേണ്ടുന്ന മാനസികമായ ഒരു ഒരുക്കമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി തഖ്വ.
പിന്നെ ദിക്കർ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹജ്ജിന്റെ വേളയിൽ നമുക്ക് ഓരോ ഹാജിമാർക്കും വേണ്ടുന്നതാണ് ഉമർ സാഹിബ് പറഞ്ഞ ദിക്കർ, പിന്നെ റിമംബറൻസ് ഓഫ് അള്ളാഹ്, അതുപോലെ തന്നെ നമ്മുടെ അനുസരണയുള്ള ഒരു നല്ലൊരു അടിമയായി നമ്മൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവസരങ്ങൾ കൊടുക്കുക, ഏറ്റവും ക്ഷമയോടുകൂടി നമ്മൾ എല്ലാറ്റിനെയും കാണുക. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ 5 ദിവസത്തെ ഹജ്ജ് പൂർത്തിയാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ വിശാലമായി തന്നെ നമുക്ക് ഉമർ സാഹിബ് പറഞ്ഞു തന്നു. ഇവിടെ ഇരുന്ന് എല്ലാവർക്കും അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത്തരത്തിൽ തന്നെ നമുക്ക് ഹജ്ജിനെ ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച് ഉമർ സാഹിബ്. അടുത്തതായി നമുക്ക് ഹജ്ജിന്റെ വേളയിൽ ഒരു ശാരീരിക ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം. പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവരുണ്ട്, ഒരു അസുഖമില്ലാതെ ഇവിടെ വരുന്നവർക്കും പെട്ടെന്ന് സാഹചര്യങ്ങൾ കൊണ്ട് പലവിധ പ്രയാസങ്ങൾ നേരിടലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായി നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഇവിടെ ഉണ്ട്. അടുത്തത് ഡോക്ടർ ഫൈസലിനെ കേൾക്കാം. ഡോക്ടർ. അസ്സലാമു അലൈക്കും ആൻഡ് വെരി ഗുഡ് ഈവനിങ്. മാഷാ അല്ലാഹ്, ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നാട്ടിൽ നിന്നും അതുപോലെ GCC കൺട്രീസിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നൊക്കെയുള്ള ഹാജിമാരോ അല്ലെങ്കിൽ ഹാജിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു സെഷനിൽ ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ ഹാജിമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാ അർത്ഥത്തിലും അവർക്ക് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന CG ഇന്റർനാഷണൽ വിമൻ കളക്റ്റീവിന് ആദ്യമായിട്ട് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഹാജിമാർ തീർച്ചയായിട്ടും നമുക്കറിയാം പലവിധ രീതിയിൽ ഈ ഹജ്ജിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ഹജ്ജിന് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, അതോടൊപ്പം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് അവർക്ക് വരാം, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു വിവരണമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ മസാബ് ഇവിടെ പറഞ്ഞു, ഒരു ഹാജിയുടെ ഒരു കർമ്മം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാമികപരമായിട്ട് നോക്കുകയാണെങ്കിൽ 5ാമത്തെ കർമ്മമാണല്ലോ ഹജ്ജ്. അപ്പോൾ ഹജ്ജ് നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കഴിവുള്ള ഒരാളാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഹാജി എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ വരുന്ന സമയത്തും അതുപോലെ ഹജ്ജിന് ഒരുങ്ങുമ്പോൾ നമുക്ക് മാനസികപരമായിട്ട് നമ്മൾ ഒരുങ്ങുന്നതിന് കൂടെ തന്നെ അവർക്ക് ശാരീരികപരമായിട്ടും നമ്മൾ നമ്മുടെ ശരീരത്തെ അതിന് നമ്മളൊന്ന് പ്രാപ്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അറിയാം, നമ്മുടെ ഈ ഹാജിമാർ ഇവിടെ വരുന്ന സമയത്ത് അവരൊരു ഒരു ഒരു വലിയൊരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. പ്രത്യേകിച്ചും ഹജ്ജിൻ്റെ ഒരു കർമ്മം തന്നെ എടുത്തു കഴിഞ്ഞാൽ ദുൽഹജ്ജ് 8 മുതൽ 12, 13 വരെ അവർ ഒരു കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരു സമയങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ നമ്മളൊന്ന് സജ്ജമാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഹാജിമാർ കൂടുതൽ ഒരു പക്ഷേ വെയിൽ കൊള്ളേണ്ടതായിട്ടുണ്ടാവും, നല്ല ചൂടുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ എക്സസൈസ് ഒന്നും ചെയ്യാത്ത ഒരു ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് നടക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ഒരു മഹാസംഗമം എന്നുള്ളത്, ഹജ്ജ് എന്നുള്ളത് ലോകത്തെമ്പാടുമുള്ള ഹാജിമാർ സംഗമിക്കുന്ന ഒരു വേദിയാണ്. ഏകദേശം 25-30 ലക്ഷത്തോളം ആളുകൾ വന്നുകൂടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു കർമ്മം കൂടിയാണത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ വരാം. പക്ഷേ അതിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. നമ്മുടെ ഈ ഹജ്ജിന് ഒരുങ്ങുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഹജ്ജിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത് നമ്മളൊരു 3 സ്റ്റേജിലൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ടുള്ളത് നമ്മൾ ഹജ്ജിന് ഒരുങ്ങുന്ന ഒരു സമയമാണ്.
അപ്പം ഇത് ഒരു പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഹാജിമാരിപ്പം നാട്ടിൽ ഉള്ളവരാണെങ്കിൽ ഹജ്ജ് കമ്മിറ്റി വഴി വരുന്നവരുണ്ട്, അതുപോലെ പ്രൈവറ്റിലൂടെ വരുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ മിക്കവാറും ഓൾമോസ്റ്റ് 40 ദിവസം മക്കയിലും മദീനയിലും ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ അവർ നിയർ ബൈ നമ്മുടെ ജിദ്ദയിലോട്ടും തായിഫിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ GCCയിൽ നിന്നൊക്കെയുള്ള വരുന്ന, അല്ലെങ്കിൽ ജിദ്ദ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ ഇത്രയും ദിവസം ഇവിടെ തങ്ങിക്കൊള്ളണം എന്നില്ല. ഒരു പക്ഷേ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാക്സിമം 10 ഡേയ്സ് ഒക്കെ ഇവർ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെയും ഇവരുടെ ഈ ഒരു യാത്രയിൽ അവർ പ്രത്യേകിച്ച് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നാട്ടിൽ നിന്നുള്ളവരൊക്കെ ആണെങ്കിൽ നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഹജ്ജിനായിട്ട് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഇമ്മ്യൂണൈസേഷൻ, നമ്മുടെ വാക്സിനേഷൻ്റെ ഒരു കാര്യമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഇതിന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ മെഡിക്കൽ ഇഷ്യൂസ്. ഇപ്പം എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ മെഡിക്കൽ ഇഷ്യൂസിനെ എങ്ങനെ ഇവിടെ വരുമ്പം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ധാരണ അവർക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അവരുടെ കയ്യിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് അവരെ കയ്യിൽ കരുതുകയും വേണം. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹജ്ജിൻ്റെ സമയത്ത്, അതായത് ദുൽഹജ്ജ് 8 മുതൽ 12 വരെ അല്ലെങ്കിൽ 13 വരെയുള്ള ദിവസങ്ങളിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു വലിയൊരു എഫേർട്ട്, ശരീരത്തിന് കൂടുതൽ എഫേർട്ട് വരുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതുപോലെ കൂടുതൽ ചൂടുള്ള സമയമാണ്. അപ്പം എങ്ങനെ നമ്മൾ ചൂടിനെ അതിനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ വലിയൊരു ക്രൗഡിൻ്റെ ഇടയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പലവിധ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിനെല്ലാം ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ നാട്ടിലെത്തുമ്പോഴും നമ്മൾ ഇപ്പോൾ നേരത്തെ ഉമർ സാബ് പറഞ്ഞ പോലെ തന്നെ ഒരു തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് മിക്കവാറും എല്ലാവരും ചില രീതിയിലെങ്കിലും എന്തെങ്കിലും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് കുറച്ചൊരു റെസ്റ്റും റിലാക്സേഷനും ഒക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ചെറുതൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അത് മാറിക്കിട്ടും. ഇനി അതല്ല മേജർ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ പോയി കാണണം, ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് അതിന് വേണ്ട മരുന്നുകളും അതുപോലെ ചികിത്സ എടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഇപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ ഇവിടെ ഹജ്ജിന് വരുന്ന ഒരു ഹാജിക്ക് കുറേ അധികം എഫേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വേണ്ട ഒരു കാര്യമാണ് ഹജ്ജ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമുക്ക് ഇപ്പം ചെറിയ രീതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ചെറിയ ഒരു 3000 സ്റ്റെപ്പ് മുതൽ, അല്ലെങ്കിൽ ഒരു കൂടുതൽ 10,000 പ്ലസ് സ്റ്റെപ്പുകൾ നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിലധികം എക്സസൈസും അല്ലെങ്കിൽ ആക്ടിവിറ്റീസും ചെയ്യാത്ത ആളുകളാണെങ്കിൽ, നമ്മളൊക്കെ പൂർവികന്മാർ പറയാറുണ്ട് സാധാരണ, നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഹജ്ജ് നിർവഹിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത്, നമുക്ക് കൂടുതൽ എഫേർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വേണ്ട, ശരീരത്തിന് കുറച്ച് കൂടുതൽ എഫേർട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ഹജ്ജിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ള ഇബാദത്ത് പോലെയല്ല 1-2 ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഹജ്ജ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കേണ്ടത്, നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന ഹാജിമാരാണെങ്കിൽ തന്നെയും നമ്മൾ എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു എറോബിക് എക്സസൈസ് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ശരീരത്തെ ശരിയാക്കി എടുക്കണം. ഡയറക്റ്റ്ലി ഇപ്പം നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ നേരിട്ട് ചെന്നിട്ട് നടക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യല്ല വേണ്ടത്. നമുക്ക് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയ രീതിയിൽ ഒരു വാം അപ്പ് എക്സസൈസ് ചെയ്യുക, എന്നിട്ട് അതിന് നമ്മുടെ മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ എറോബിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിലോട്ട് പോകണം. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എറോബിക് ആക്ടിവിറ്റി കുഡ് ബി എനിത്തിങ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടത്തമാവാം, അല്ലെങ്കിൽ സ്വിമ്മിങ് ആവാം, അല്ലെങ്കിൽ സൈക്ലിംഗ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ അത് നമ്മളൊരു ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു കൂൾ ഡൗൺ എക്സസൈസും കൂടെ നമ്മുടെ മസിലിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള റിലാക്സിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മുടെ എക്സസൈസ് അതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതിൻ്റെതായ ചെറിയ കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് അതിന് പ്രിപ്പയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ കർമ്മങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ യാത്രയ്ക്കൊക്കെ ഒരുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കും, പുതിയ ചെരുപ്പും ഷൂ ഒക്കെ വാങ്ങിക്കും. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഹാജിമാരുടെ കാര്യത്തിൽ പുതിയ ഒരു ചെരുപ്പൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയ ഒരയലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ, കാല് പൊട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവാനും അങ്ങനെ അവർക്ക് ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചെരുപ്പ്, നമുക്കറിയാം ഷൂ ഒന്നും നമ്മുടെ ഹജ്ജിന്റെ ഉംറയുടെ ഒക്കെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷനൊക്കെ ഉള്ള നല്ലൊരു ചെരുപ്പ് നമ്മൾ ആദ്യമേ കരുതുക. എന്നിട്ട് അത് നാട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ട് ആ ഒരു ആ ചെരുപ്പ് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നമ്മുടെ സൗദി ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു റെഗുലേഷൻസ് പ്രകാരം ചില ആളുകൾക്ക് ഈ ഹജ്ജിന് പങ്കെടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ അവർ ദേ ആർ ബൗണ്ട് ഫോർ, എന്താ പറയുന്നത്, അവർ ഈ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഇതിൽ പങ്കെടുക്കരുത് എന്നുള്ളൊരു നിയമം അവർ വെച്ചിട്ടുണ്ട്. കുഡ് യു ഗോ ടു നെക്സ്റ്റ്? ഓക്കെ. അപ്പോൾ ഇതിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പം ചില ആളുകൾക്ക് ചില മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ചിലർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള റെഗുലർ ആയിട്ട് ഓക്സിജൻ തെറാപ്പി എടുക്കുന്ന ആളുകൾ, അതുപോലെ ലിവറിൻ്റെ സിറോസിസ് ഉള്ള ആളുകൾ, അതുപോലെ ഹാർട്ടിന് കാര്യമായ ബുദ്ധിമുട്ടുള്ള ആൾ. അപ്പം എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ സിംറ്റംസ് വരിക, അതല്ലെങ്കിൽ ഈവൻ റെസ്റ്റ് എടുക്കുമ്പോഴും അവർക്ക് ഹാർട്ടിൻ്റെ സംബന്ധമായിട്ടുള്ള രോഗം അതിൻ്റെ സിംറ്റംസ് കാണിക്കുക. ഇനി അതും അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള റെഗുലറായിട്ട് പിന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് ആളുകൾ ഹജ്ജിന് വരരുത് എന്നുള്ളൊരു നിബന്ധനയാണ് സൗദി ഹെൽത്ത് അതോറിറ്റി നിബന്ധന വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലീസ്. അതുപോലെ തന്നെ ന്യൂറോളജിക്കലി, അതുപോലെ സൈക്കോളജിക്കലി ഇഷ്യൂസ് ഉള്ള ആളുകൾ, അതുപോലെ വയസ്സിൻ്റെ ആധിക്യം കൊണ്ട് വരുന്ന ഡിമെൻഷ്യ ഉള്ള ആളുകൾ, പിന്നെ ആക്റ്റീവായിട്ടുള്ള ട്യൂബർക്കുലോസിസ് ഉള്ള ശ്വാസകോശത്തിന് ട്യൂബർക്കുലോസിസ് ഉള്ള ആളുകൾ, പിന്നെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ക്യാൻസർ ഡിസീസ് ഉള്ള ആളുകൾ. അപ്പോൾ അവർ അറിയാം, നമുക്ക് ക്യാൻസർ വന്ന ആളുകൾക്ക് ഇപ്പം അവർ റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ കീമോതെറാപ്പി ഒക്കെ എടുക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരരുത്. അതുപോലെ തന്നെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ, അപ്പോൾ അവസാനത്തെ 3 മാസത്തെ പ്രഗ്നൻസിയിലുള്ള ലേഡീസും അതുപോലെ ഫസ്റ്റ് 3 മന്ത്സിലുള്ള ലേഡീസും ഇതിന് വരരുത് എന്നുള്ള ഒരു പ്രിക്കോഷനാണ് ഇവർ തരുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇപ്പോൾ നമ്മളിവിടെ ഈ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ സൗദി ഹെൽത്ത് അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഉണ്ടാക്കിയൊരു സെഷനാണിത്. അപ്പോൾ അതിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വാക്സിനേഷൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ ഹാജിയും, ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ഹാജീസ് ആണെങ്കിലും, അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീർച്ചയായിട്ടും മസ്റ്റായിട്ട് എടുത്തിരിക്കേണ്ട കുറച്ച് വാക്സിനേഷൻസ് ഉണ്ട്. അതുപോലെ റെക്കമെൻഡഡ് ആയിട്ടുള്ള കുറച്ച് വാക്സിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാ ഹാജിമാരും എടുത്തിരിക്കേണ്ട 2 വാക്സിനേഷനാണ്. ഒന്ന് മെനിഞ്ചൈറ്റിസിൻ്റെ വാക്സിനേഷൻ, മെനിങ്കോകോക്കൽ വാക്സിനേഷൻ. അത് കഴിഞ്ഞ 3 വർഷത്തിനകത്ത് എടുത്ത വാക്സിനേഷൻ മതിയാവും. അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മതിയാവും. പക്ഷേ ഈ എല്ലാ വാക്സിനേഷനും ഇവിടെ വരുന്നതിന് ഒരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പെങ്കിലും ആ ഒരു വാക്സിനേഷൻ എടുത്തിരിക്കണം. പിന്നെ രണ്ടാമത് വേണ്ടതാണ് COVID-19 വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് അവർ 3 ക്രൈറ്റീരിയയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമ്മുടെയൊക്കെ കോവിഡിൻ്റെ ആ പീരീഡിൽ, അതായത് 21-24 ആ സമയത്ത് 2ഓ അതിലധികമോ ഡോസ് വാക്സിനേഷൻ എടുത്തിട്ടുള്ള, അപ്പോൾ ഏതാവും, ഫൈസർ ആവാം, ആസ്ട്രസെനിക്ക ആവാം, ഏത് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മതിയാവും. ഇനി അതല്ല, കഴിഞ്ഞ വർഷം പിന്നെ വീണ്ടും ഒരു കോവിഡിൻ്റെ അറ്റാക്ക് ഉണ്ടായി, അങ്ങനെ അതിൽ നിന്ന് റിക്കവർ ആയി വന്ന ആളുകളാണ് ബൈ ഡിഫോൾട്ട് ദേ ആർ ഇമ്മ്യൂൺ. അത് ഓക്കെയാണ്. ഇനി അതും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ ഒരു സിംഗിൾ ഡോസ് ഓഫ് COVID-19 വാക്സിനേഷൻ എടുത്ത ആളുകളുടെ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് അവരുടെ വാക്സിനേഷൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഹൈലി റെക്കമെൻഡ്
ആയിട്ടുള്ളൊരു വാക്സിനേഷനാണ് സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ. ഇപ്പോൾ അത് നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വരുന്ന ആജിമാരൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം. അത് ഇവർ മസ്റ്റായിട്ട് പറയുന്നില്ല എങ്കിൽ തന്നെയും ഹൈലി റെക്കമെൻഡ് ആണ്. കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അതുപോലെ കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പിന്നെ വയസ്സായ മുതിർന്ന ആളുകൾ, അതുപോലെ എന്തെങ്കിലും ഇൽനെസ് ഉള്ള ഇഷ്യൂസ് ഉള്ള രോഗങ്ങളുള്ള ആളുകളൊക്കെ ഇത് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. കാരണം നമ്മൾ ഇത്രയും ആളുകളുടെ ഇടയിലൂടെ നമ്മൾ കുറെ അധികം ദിവസം ഇവിടെ നിൽക്കുന്നവരാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലൂ ഉള്ള പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പിന്നെ നമ്മുടെ റെഗുലർ സെറ്റ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ, അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇമ്മ്യൂൺഡ് ആണ്. കാരണം ഡിഫ്തീരിയ, മീസിൽസ്, മംസ് പോലെയുള്ള വാക്സിനേഷൻ അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പ്ലീസ്. പിന്നെ ഇതുപോലെ തന്നെ മറ്റു 2 വാക്സിനേഷൻ ആണ് പോളിയോമൈലൈറ്റിസും, അതുപോലെ പോളിയോ വാക്സിനും, അതുപോലെ യെല്ലോ ഫീവറിന്റെ വാക്സിനും. ഇത് ഇന്ത്യൻസിന് നിർബന്ധമില്ല, അതുപോലെ GCCന്ന് പോകുന്ന ആളുകൾക്ക് നിർബന്ധമില്ല. ഇത് അവർ പ്രത്യേകിച്ച് പറയുന്നത് ഈ ആഫ്രിക്കൻ കൺട്രീസ്, അതുപോലെ പാകിസ്ഥാൻ പോലെയുള്ള കൺട്രീസിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് അവരത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വാക്സിനേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ ആസ് എ ഹാജി എന്നുള്ള രീതിയിൽ അവർ വരുന്ന സമയത്ത് ഈ ഒരു പിൽഗ്രിംസ് ഹെൽത്ത് സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ അതൊന്ന് അവർ കയ്യിൽ കരുതേണ്ടതുണ്ട്. അതായത് അവർ മെഡിക്കലി ഫിറ്റ് ആണ്, ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊന്നും അവർക്കില്ല എന്നുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രാക്ടീഷണറുടെ കയ്യിൽ നിന്ന് സൈനും സീലും വാങ്ങിച്ചിട്ട് അത് അവർ കരുതണം. പിന്നെ മറ്റൊന്ന്, ഇന്റർനാഷണലി അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കയ്യിൽ കരുതണം. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്കുള്ള അസുഖങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതണം. അതോടൊപ്പം തന്നെ അവർ കഴിക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവണം, അതിന്റെ ഡോസേജ് ഉണ്ടാവണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ മെഡിസിൻസ് എഴുതുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ മെഡിസിന്റെ ആ പേരുണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് അതിനേക്കാൾ നല്ലത് ജനറിക് നെയിം എഴുതുക, അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ നെയിം എഴുതുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആ പേര് ഒരു പക്ഷേ ഇവിടെ ഉള്ള ആളുകൾക്ക് മെഡിക്കൽ പ്രൊഫഷൻസിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ ജനറിക് നെയിം എഴുതിയിട്ട് തരാൻ പറയണം നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിനോട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന മെഡിസിൻ, നമുക്ക് ആവശ്യമുള്ള മെഡിസിൻ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ പ്രോപ്പർ പാക്കിങ്ങിൽ തന്നെ അവർ ക്യാരി ചെയ്യണം. നമ്മൾ അതിനെ പൊട്ടിച്ചിട്ട് അതിന് ചെറിയ ചെറിയ ഇതിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൊണ്ടുവരരുത്. കാരണം അതിവിടെ എയർപോർട്ടിൽ നിങ്ങൾക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഇവിടെ നാർക്കോട്ടിക്സ്, അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, കൊണ്ടുവരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഒരു പക്ഷേ ഇവരിങ്ങനെ റോ ആയിട്ട് കാണുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു സംശയം വരാം. അപ്പൊ നമ്മുടെ ബാക്കിയുള്ളവരുടെയൊക്കെ പിന്നെ ലഗേജ് കിട്ടി, നമ്മുടെ മാത്രം കിട്ടിയില്ല, അത് വീണ്ടും അതിന്റെ സെർച്ചിങ്ങിനൊക്കെ പോകും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പാക്കിങ്ങോട് കൂടി തന്നെ അതിന്റെ കൂടെ അതിന്റെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനും അതിന്റെ ബില്ലും കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായി, അത് കൂടെ കരുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു രൂപമാണ്. അതായത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം മെഡിക്കൽ പ്രാക്ടീഷണർ അവർക്കൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിക്കേഷൻസ് നമ്മളെ കയ്യിൽ കരുതണം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മരുന്ന്, ഇപ്പം നമ്മുടെ രോഗത്തിനനുസരിച്ച് നമുക്ക് വേണ്ട മെഡിക്കേഷൻ നമ്മുടെ കയ്യിൽ കരുതുക. അത് കുറച്ച് നമ്മുടെ ലഗേജിലും കുറച്ച് നമ്മുടെ ഹാൻഡ് ക്യാരിയിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം എല്ലാം നമ്മുടെ ലഗേജിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ലഗേജിന് എന്തെങ്കിലും ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മെഡിക്കേഷൻ അതിനകത്തായി പോകും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള മെഡിസിൻസ്, പ്രത്യേകിച്ച് അത് ഇൻസുലിൻ പോലെയുള്ള മെഡിസിൻസ് അത് ശരിക്കും കൂളിംഗ് പൗച്ചസിൽ തന്നെ എടുത്തുകൊണ്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതിന്റെ ഡോസ് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രഷറിന് ചെറിയ വേരിയേഷൻ വരാൻ ചാൻസ്. നമുക്കറിയാം സാധാരണ രീതിയിൽ ഒരു 120/80 ആണ് നമ്മൾ പറയാറുള്ള ഒരു നമ്മുടെ ബ്ലഡ് പ്രഷറിന്റെ അതിന്റെ നോർമൽ റേറ്റ്. അതൊരു 140/90 വരെയൊക്കെ പോവാം. അപ്പോൾ അതിന് ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ ചൂടൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലരുടെയൊക്കെ BP കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് മോണിറ്റർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു BP അപ്പാരറ്റസ്, അതായത് നമുക്ക് ഓട്ടോമേറ്റഡ് BP അപ്പാരറ്റസ് ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മുടെ കയ്യിൽ കരുതുകയാണെങ്കിൽ നമുക്ക് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും.
അതുപോലെ ആസ്മ പോലുള്ള അസുഖങ്ങളുള്ള ഇപ്പം അലർജിക് ആയിട്ടുള്ള ആളുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ മക്കത്തും മദീനത്തും അറഫയിലൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും നല്ല ഡസ്റ്റും പൊല്യൂഷനൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഈ ആസ്മാറ്റിക് അറ്റാക്സ് അത് കൂടുതൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഇൻഹേലർ അല്ലെങ്കിൽ ബ്രോങ്കോ ഡയലേറ്റർ അവരെ കയ്യിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കയ്യിലുള്ള ബാഗിൽ വെക്കണം. അത് റൂമിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ വെച്ചിട്ട് മറന്നു പോകാൻ ഇടവരരുത്. നെക്സ്റ്റ് പ്ലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചൂടിന്റെ കാര്യം. ചൂട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹജ്ജിന്റെ സമയത്ത് തീർച്ചയായിട്ടും അവർ നല്ലൊരു ചൂടുള്ള സമയത്തായിരിക്കും അറഫയിലും മിനയിലും ഒക്കെ അവരുണ്ടാവുന്നത്. അതുപോലെ ജംറാത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ഒരു 40 ഡിഗ്രിക്ക് മുകളിലൊക്കെ നമ്മുടെ ചൂട് മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ത്വാഫൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാബയുടെ ചുറ്റും ഇട്ടിരിക്കുന്ന എല്ലാം വെള്ള മാർബിളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ റിഫ്ലക്ഷനൊക്കെ വന്നിട്ട് നമുക്ക് കൂടുതൽ നമ്മൾ ക്ഷീണിതരാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളെന്താ ചെയ്യണം വെച്ചാൽ ഹാജിമാർ ഒന്നുകിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം മാക്സിമം ഒരു 11 മണിക്ക് മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം ശ്രദ്ധിക്കുക. നല്ല നട്ടുച്ച സമയത്ത് ഉള്ള കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇനി അഥവാ ചെയ്യുവാണെങ്കിൽ തന്നെ ഷെയ്ഡഡ് ആയിട്ടുള്ള നല്ല തണലുള്ള സ്ഥലങ്ങളിലൂടെ ഉള്ളിലൂടെയൊക്കെ ത്വാഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പ്ലീസ്. പിന്നെ വെള്ളം നമ്മൾ നല്ല രീതിയിൽ കുടിക്കണം. കാരണം നാട്ടിൽ ഉള്ള പോലെ പോരാ. ഇവിടെ വരുന്ന സമയത്ത് ചൂട് കൂടുതലായ കാരണം നമ്മൾ നല്ല എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. അപ്പോൾ ഇതിന്റെ വെള്ളത്തിന്റെ കുറവ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂത്രത്തിന്റെ കളറിനനുസരിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു നോർമൽ ഒരു വലിയ കളർ ചേഞ്ച് ഇല്ലാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള മൂത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള പിന്നെ വെള്ളം കുടിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതേ സമയത്ത് അത് ഒരു ഡാർക്ക് ആയിട്ടുള്ള മഞ്ഞ കളറാണ് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് ഒരു ഡീഹൈഡ്രേഷന്റെ ഒരു വാർണിംഗ് തരികയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. ഇനി അതേ സമയത്ത് നമ്മൾ ചിലരെങ്കിലും ഉണ്ടാവും അധികം ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അധികം വെള്ളം കുടിക്കാണ്ട് മാക്സിമം അത് പിടിച്ചു വെച്ചിട്ട് വൈകുന്നേരം വരെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടെ ഒരു ബ്രൗണിഷ് കളർ യൂറിനാണ് വരാൻ ചാൻസ്. അപ്പൊ അങ്ങനെ ദാറ്റ് മീൻസ് അവർക്ക് സിവിയർ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അവര് ബാക്കിയുള്ള കാര്യങ്ങൾ കർമ്മങ്ങളൊക്കെ നിർത്തിവെക്കുക. പിന്നെ തണലുള്ള ഒരു സ്ഥലത്തോട്ട് മാറുക. എന്നിട്ട് കഴിയുന്ന എത്ര വെള്ളം കുടിക്കുക. പക്ഷെ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ. ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ORS ലായനി എന്ന് പറയും. അപ്പോൾ അതിന്റെ ഒരു പാക്കറ്റ് നമ്മുടെ കയ്യിൽ വെക്കുക. നാട്ടിൽ നിന്ന് ഫാർമസിയിൽ നിന്ന് കുറച്ച് പാക്കറ്റുകൾ നമ്മുടെ കയ്യിൽ വെക്കുക. അത് നമ്മുടെ ബാഗിൽ, നമ്മുടെ കൊണ്ടു നടക്കുന്ന ബാഗിൽ ഉണ്ടാവണം താനും. എന്നിട്ട് അത് കലക്കിയിട്ട് വേണം നമുക്ക് കുടിക്കാൻ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെ ബാലൻസും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ ഇതും കൂടെ ORS ലായനിയും കൂടെ കുടിക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. നമ്മുടെ ചൂടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്ടിവിറ്റിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ദുൽഹജ്ജ് 8 മുതൽ 12 വരെയാണ്. അപ്പോൾ ദുൽഹജ്ജ് 8-ന് നമുക്കറിയാം അധികം ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ടാവില്ല. കാരണം മിനായിലോട്ട് എത്തുന്നു, നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. പക്ഷെ അടുത്ത ദിവസം അറഫ കിട്ടിയാൽ ഹജ്ജ് കിട്ടി എന്നുള്ളതാണല്ലോ. അപ്പോൾ ഹജ്ജിന്റെ ആ ഒരു ദിവസം നമുക്കൊരു പക്ഷേ നമ്മൾ സൗദി ഗവൺമെന്റ് എല്ലാ പോസിബിൾ ആയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരെ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ള ട്രെയിൻ ആണെങ്കിലും ബസ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവർ ചെയ്തിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. പക്ഷെ എങ്കിൽ തന്നെ നമുക്ക് ട്രെയിനിലോട്ട് എത്താനുള്ള കുറച്ച് നടത്തം ഉണ്ടാവും നമ്മുടെ ടെന്റിൽ നിന്ന്. അതുപോലെ അവിടെ ഇറങ്ങിയിട്ട് ടെന്റിലോട്ട് പോകാൻ അറഫയിലോട്ട് നടക്കാനുള്ള കുറച്ച് ദൂരമൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് കൂടുതൽ എക്സേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നതോട് കൂടി തന്നെ ഒരുപക്ഷെ നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതേ ദിവസം തന്നെ മുസ്ദലിഫയിലോട്ട് തിരിച്ചെത്തുന്നു. അവിടെ നമുക്ക് വലിയൊരു എഫേർട്ട് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒരേ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ടെന്റിലോട്ട് എത്തിക്കൊള്ളുന്നില്ല. നമ്മൾ ആ പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡിൽ ഒരു പക്ഷേ നമ്മൾ അവിടെ കിടന്നുറങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്തുള്ള 3 ദിവസങ്ങൾ നമ്മൾ ജംറാത്തിലോട്ട് പോവാണ്.
ജംറാത്തിലോട്ട് നമ്മൾ കല്ലേറിയലുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ എഫേർട്ടുള്ള സംഗതിയാണ്. കാരണം ട്രെയിനും ബസ്സും ഒന്നും അങ്ങോട്ട് എത്തില്ല. അതിൻ്റെ ഏകദേശം അടുത്തോട്ട് എത്തുള്ളൂ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ നേരത്തെ ഉമർ സാഹിബ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമീറിനെ നമ്മൾ അനുസരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂട്ടം തെറ്റി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജംറാത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെയുള്ള ആ ഒരു സ്തൂപം എന്നുള്ളത് ഒരു 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 സിംബോളിക് ആണത്. അത് നമ്മള് ശൈത്താനെ എറിയുന്നു എന്നുള്ളത് സംഗതി ശരി തന്നെ. നമുക്ക് ചില നാഷണാലിറ്റി ചില ആളുകളൊക്കെ വലിയ നമ്മൾ സാധാരണ രീതിയിൽ സിംബോളിക് ചെറിയ കല്ലെടുത്തിട്ട് എറിയാനാണ് പറയുന്നത്. പക്ഷേ ചിലരെങ്കിലും വലിയ കല്ലുകളും ഉരുളൻ കല്ലുകളൊക്കെ എടുത്തിട്ട് ശൈത്താൻ അവിടെ കണ്ട പ്രതീതിക്ക് എടുത്തിട്ട് വലിച്ചു വാരി എറിയുന്നത് കാണാം. അപ്പൊ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങാനും അതിന്റെ ഇടക്ക് പെട്ടുപോയി നമ്മുടെ തലയുമ്പൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കഴിയുന്നതും മുന്നോട്ടൊന്നും വല്ലാണ്ട് പോവാണ്ട് നമ്മുടെ ആളുകളൊക്കെ കുറച്ച് കാമൻ കോറ്റായിരിക്കും. പക്ഷേ ഈ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ശൈത്താനെ കണ്ട പ്രതീതി അവർക്കുള്ളത്. അപ്പം അത് ചിലപ്പോൾ നമ്മുടെ തലയിലേക്കായിരിക്കും വന്ന് കൊള്ളുന്നത്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത്. നെക്സ്റ്റ് പ്ലീസ്. പിന്നെ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ബാഗ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ കരുതുക. നമ്മുടെ ഈ ഈ ഒരു റിസ്റ്റ് വാച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിൽ നമ്മുടെ എല്ലാ മെഡിക്കൽ ഇഷ്യൂസും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വാച്ച് ഉണ്ടാവണം. അതുപോലെ നമ്മുടെ എല്ലാ മെഡിക്കേഷൻസും നമ്മുടെ ഈ പൗച്ചിൽ ഉണ്ടാവണം. പിന്നെ ഈ ഡിസ്പോസബിൾ മാസ്ക് എപ്പോഴും നമ്മൾ ധരിക്കാൻ ശ്രമിക്കുക. കാരണം സാധാരണ മാസ്ക് ആണ്, അത് മതി. ഇനി അതല്ല നാട്ടിൽ നിന്ന് ചിലർക്ക് N95 മാസ്ക് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല, കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ നല്ലതാണ്. പിന്നെ അതുപോലെ പെർഫ്യൂംഡ് അല്ലാത്ത സൺസ്ക്രീൻ, ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് സൺസ്ക്രീന് ലോഷൻ തേച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ORS ലായനിയുടെ പാക്കറ്റുകൾ കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഉണ്ടാവുന്ന സംഗതിയാണ്, പ്രത്യേകിച്ച് തടി കൂടിയ ആളുകൾക്ക് നടക്കുന്ന സമയത്ത് തുട പൊട്ടുക, അതുപോലെ കഷത്തിന്റെ ഇടക്ക് പൊട്ടുക, സ്ത്രീകൾക്ക് സ്തനത്തിന്റെ താഴെയൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വാസലിനോ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലിയുടെ ഒക്കെ ജെല്ലി നമ്മുടെ കയ്യിൽ കരുതുക. അത് മാക്സിമം അതിന്റെ ഫ്രിക്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് അത് പൊട്ടൽ ഒഴിവാക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അത് ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ബാൻഡേജുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഇനിയിപ്പം ഓരോ കണ്ടീഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ ആ ഒരു പൗച്ചിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ കരുതേണ്ടതായിട്ടുണ്ട്. ഇത് ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ്. ഇപ്പം എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ടായിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, ആസ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഉള്ള ആളുകൾ ഈ ഇത്രയും കാര്യങ്ങൾ അവരുടെ ബാഗിലുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസുലിൻ തന്നെയാണ്. ഇപ്പം മിക്കവാറും എല്ലാവരും ഇൻസുലിൻ എടുക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഈ ഇൻസുലിൻ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ പാക്കിങ് നല്ല രീതിയിൽ കൊണ്ടുപോകണം. കാരണം നല്ല ഒരു കൂളിംഗ് കേസൊക്കെ വെച്ചിട്ട് അതിനകത്ത് വേണം നമ്മുടെ ഈ ഇൻസുലിൻ്റെ പെന്ന് വെക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസുലിൻ ക്യാരി ചെയ്യാൻ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലൊരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ വളരെ നന്നാവും. കാരണം ചിലർക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ കൂടുതൽ എഫേർട്ടൊക്കെ ഇടുന്ന സമയത്ത്. അപ്പം മിനിമം ഒരു 100 mg ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പല ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ നടക്കുന്ന സമയത്ത് സോക്സ് ഇട്ടുകൊണ്ട് നടക്കുക. കാരണം കാലിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, എന്തെങ്കിലും ബ്ലിസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടോ ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പിന്നെ അൾസറിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ചപ്പൽ ഉപയോഗിക്കുക. ഒരിക്കലും ചപ്പലോ ചെരുപ്പോ അല്ലെങ്കിൽ ഷൂവോ ഇല്ലാതെ നമ്മൾ നടക്കാൻ ശ്രദ്ധിക്കരുത്. കാരണം അത് ചൂടിന്റെ കാരണം കൊണ്ട്, അതല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രതലം കൊണ്ട് നമ്മുടെ കാല് പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ മുടിയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലരെങ്കിലും സാധാ ബ്ലേഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷേവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഒഴിവാക്കിയിട്ട് ഒരു ഇലക്ട്രിക് ഷേവർ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ ID റിസ്റ്റ് ബാൻഡ് നമ്മുടെ കയ്യിലുണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് അതിൽ ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റിസ്റ്റ് ബാൻഡും കൂടെ കയ്യിൽ കരുതുക. നെക്സ്റ്റ് പ്ലീസ്. ഇനി അഥവാ ആളുകൾക്ക് ആർക്കെങ്കിലും ബ്ലഡ് ഷുഗർ കുറയാണ് എന്ന്, അത് സാധാരണ ഈ ഷുഗർ പേഷ്യൻസ് അറിയാം അവരുടെ എപ്പോഴാണ് അവരുടെ ഷുഗർ കുറയുന്നത് എന്നുള്ളത്.
അങ്ങനെ കുറയാണ് എന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട 2, 3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം സയ്യോ തവാഫൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ അറഫ ജംറാത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവരുടെ മെഡിക്കേഷൻ കറക്റ്റായിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം വേണം അവർ പോവാൻ. ഇനി അഥവാ അതിനിടയ്ക്ക് ഇവർക്ക് ഇങ്ങനെ ഷുഗർ കുറയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ കർമ്മം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് അതിന് അഡിക്വേറ്റഡ് ആയിട്ട് ബാക്കി പിന്നെ സൊല്യൂഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം പെട്ടെന്ന് കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ തേന് 1, 2 സ്പൂൺ കഴിക്കുക. അതല്ലെങ്കിൽ നല്ല ഷുഗർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുക, ജ്യൂസസ് കഴിക്കുക. ഇനി ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കയ്യിൽ ഒരു കാരക്ക അല്ലെങ്കിൽ പിന്നെ ഈത്തപ്പഴം കയ്യിൽ വെക്കുക. ഇനി അതല്ലെങ്കിൽ ചോക്ലേറ്റ്സോ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിക്കുക. അപ്പം നമ്മുടെ ഷുഗറിൻ്റെ ആ ഒരു ലെവൽ കൂട്ടാൻ നമുക്ക് സഹായിക്കും. എന്നിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റേബിൾ ആയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള അടുത്ത കാര്യങ്ങളിലോട്ട് നീങ്ങാൻ. അതോടൊപ്പം തന്നെ ചെറിയ മീലും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നോർമൽ ആവേണ്ടതാണ്. ഇനി അതല്ല എന്നിട്ടും ഈ പേഷ്യന്റ് ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു മെഡിക്കൽ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. പിന്നെ ഹാർട്ട് സംബന്ധമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ റീസെന്റ് ആയിട്ട് എടുത്ത ഒരു ECGയുടെ റിപ്പോർട്ട് കയ്യിൽ കരുതുക. ഇനി അതല്ല റിപ്പോർട്ട് പ്രിന്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതൊരു സോഫ്റ്റ് കോപ്പി ആയിട്ട് മൊബൈലിൽ ഉണ്ടായാലും മതി. പക്ഷേ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവർക്ക് അറിയണം, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കണം അതിന്റെ അത് നമ്മുടെ മൊബൈലിൽ വെച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഹാർട്ട് സംബന്ധമായിട്ട് അസുഖമുള്ള ആളുകൾ നമ്മൾ കൂടുതൽ എക്സേർട്ടിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം അതുപോലെ തവാഫൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക അതൊന്നും ചെയ്യാൻ മാക്സിമം നമ്മുടെ എന്താ പറയുക വീൽ ചെയർ വെച്ച് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെസ്റ്റ് പെയിനോ അതല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത ഹെൽത്ത് സെൻ്ററുമായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും അസസ്മെൻറ്റും ചെയ്യേണ്ടതാണ്. പിന്നെ കിഡ്നി പേഷ്യൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം തീർച്ചയായിട്ടും അവരുടെ ജസ്റ്റ് ഗോ ബാക്ക് കിഡ്നി പേഷ്യൻസിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയാറ്റിൻ ടെസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വെയിൽ കൊള്ളാണ്ട് ശ്രദ്ധിക്കുക അവർ. അതുപോലെ ഫ്ലൂയിഡ് അഡിക്വേറ്റ് എമൗണ്ട് ഫ്ലൂയിഡ് കഴിക്കുക. കൂടുതൽ ഫ്ലൂയിഡ് പോവാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതായത് പിന്നെ മാംസാഹാരം കഴിയുന്നതും കുറയ്ക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇതിൻ്റെ ക്രിയാറ്റിൻ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ആസ്മ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖമുള്ളവർ തീർച്ചയായിട്ടും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലോട്ട് അധികം പോകാണ്ട് ശ്രദ്ധിക്കുക. അവർ കർമ്മം ചെയ്യുന്ന സമയത്ത് കഴിവതും ആളുകൾ കുറവുള്ള സമയത്ത് പോയി കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരിക. അതോടൊപ്പം തന്നെ അവരെ ഇൻഹേലർ എപ്പോഴും അവരുടെ കയ്യിൽ അവർ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് റൂമിൽ വെച്ച് മറന്നു പോകരുത്, അല്ലെങ്കിൽ ഹോട്ടലിൽ വെച്ച് മറന്നു പോകരുത്. അവരുടെ പേഴ്സണൽ ആ ഒരു കൊണ്ട് നടക്കുന്ന പൗച്ചിൽ തന്നെ ഉണ്ടാവണം, ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ മാസ്ക് എപ്പോഴും നമ്മൾ കരുതണം. നമ്മൾ ഇട്ടിട്ട് വേണം നടക്കാൻ കഴിവതും. കാരണം നമുക്ക് ഫ്ലൂ ഉണ്ടെങ്കിലും അതല്ല നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇടുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പം നമുക്കുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് പകരാണ്ട് നോക്കണം. കാരണം നമ്മളൊരു ഹാജി എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫ്ലൂ ഉണ്ടെങ്കിൽ അത് അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പകരാൻ പാടില്ല. അപ്പോൾ രണ്ടുപേരും അത് ധരിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മൾ ചുമക്കുന്നൊക്കെ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ടിഷ്യൂ ഉപയോഗിക്കുക. ആ ഉപയോഗിച്ച ടിഷ്യൂ നമ്മൾ കഴിയുന്നതും ഗാർബേജിൽ ഇടുക. ഇനി അഥവാ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തൽക്കാലം അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതായത് ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഇഷ്യൂ വരാത്ത രീതിയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുക.
പിന്നെ എപ്പോഴും നമ്മുടെ കൈ ശുദ്ധമായിട്ട് കൊണ്ട് നടക്കുന്ന ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബാത്റൂം പോയി കഴിഞ്ഞാലും ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും, അതുപോലെ നമ്മൾ കുക്കിങ്ങിന് ശേഷം അതിന് മുമ്പായിട്ടും, അതുപോലെ നമ്മൾ ഗാർബേജ് ബാഗൊക്കെ പിടിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ ഹാൻഡ് ഹൈജീൻ എപ്പോഴും നല്ല ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പ്ലീസ്. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ളൊരു ചൂടുള്ള കാലാവസ്ഥയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഹീറ്റിൻ്റെ ചൂടിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പെട്ടെന്ന് നമ്മുടെ വായ പെട്ടെന്ന് ഡ്രൈ ആവും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ യൂറിൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, മൂത്രം ഡാർക്ക് യെല്ലോ കളറാവാം. അതുപോലെ നമുക്ക് നല്ല ദാഹം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് തലയിൽ തൊപ്പിയൊന്നും ധരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ഒരു കുട ഉപയോഗിക്കുക. പക്ഷേ കുട കഴിയുന്നതും ബ്ലാക്ക് അല്ലാത്ത, അതല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള കുട ഉപയോഗിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ അബായ ഉപയോഗിക്കുമ്പം ഡാർക്ക് കളർ ഒഴിവാക്കിയിട്ട് ലൈറ്റ് കളേർഡ് അല്ലെങ്കിൽ വെള്ള കളറാണെങ്കിൽ ഏറ്റവും ഉത്തമം. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കൂടുതൽ നല്ല രീതിയിൽ ഫ്ലൂയിഡ്സും അതുപോലെ ഡ്രിങ്ക്സ്, വെള്ളമൊക്കെ കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കർമ്മം ചെയ്യുന്നതിനിടക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ലതായിരിക്കും. പിന്നെ അധികം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകാണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഉള്ള എക്സ്പോഷർ ഒഴിവാക്കുക. നെക്സ്റ്റ് പ്ലീസ്. ഇനി അഥവാ നമുക്കറിയാം, ചൂട് കൂടുതലായി കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട്, സൂര്യാഘാതം ഏറ്റു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവം നമുക്ക് ഇവിടെയും സംഭവിക്കാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഏതെങ്കിലും കേസുകൾ നമുക്ക് സംഭവിക്കാം. ഇനി അതല്ല, നമ്മുടെ കൂടെ വരുന്ന ഹാജിമാർക്കും സംഭവിക്കാം. ഇതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ 40 ഡിഗ്രിയൊക്കെ കൂടുതൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു ഹാജിയെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നമ്മൾ ബാക്കിയുള്ളവരും കൂടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ആ ഒരു സൂര്യാഘാതം ഏൽക്കുന്ന ആ സ്ഥലത്തു നിന്ന് ആളെ മാറ്റി കിടത്തുക. ഉടൻ തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് എക്സ്പോസ്ഡ് ആക്കുക. എന്നിട്ട് നല്ല എസിയോ അല്ലെങ്കിൽ ഫാനൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കുക. ഇപ്പം ഐസ് പാക്സ് ഒക്കെ നമ്മുടെ കഴുത്തിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ആംപിറ്റിൽ, അതുപോലെ തൈസിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ടും ആള് കോൺഷ്യസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, സാധാരണ ഇതിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് അൺകോൺഷ്യസ് ആവാൻ ചാൻസ് ഉണ്ട്. അവർ ഓറിയന്റഡ് ആവില്ല. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അടുത്തുള്ള സെൻറ്ററിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പ്ലീസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ റുട്ടീൻ ആക്ടിവിറ്റി കിടക്കുന്ന ചില സമയത്തെങ്കിലും നമുക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ചപ്പൽ അല്ലെങ്കിൽ ഫുട് വെയർ കൊണ്ടാവാം, അതിൻ്റെ പ്രശ്നം കൊണ്ടാവാം. ഇനി അതല്ല, ചിലർ സോക്സ് മാത്രം ഉപയോഗിച്ച് നടക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് സ്ലിപ്പായിട്ട് അങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ലത് നല്ല ഒരു ഗ്രിപ്പുള്ള നല്ലൊരു ഫുട് വെയർ, ഷൂ ആണെങ്കിലും ചപ്പലാണെങ്കിൽ, നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചപ്പലേ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഷൂ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ, ഇനി അത് അഥവാ നമ്മൾ എവിടെയെങ്കിലും വീഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിയുന്നതും അവിടെ അടുത്തുള്ള എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഫർണിച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും തൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ ശ്രദ്ധിക്കുക. പിടിച്ചിട്ട് കൂടുതൽ ഇഞ്ചുറി ഒഴിവാക്കുക. ഇനി അഥവാ നമ്മൾ വീഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തലയടിച്ച് വീഴാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൈയിൻ്റെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇഞ്ചുറി വരാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ സംഭവിക്കുന്നതാണ്, ഇപ്പം കൂടുതൽ പിന്നെ എഫേർട്ട് എടുക്കും, കൂടുതൽ നടത്തമൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ മസിലിന് സ്ട്രെസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മസിലിന് അങ്ങനെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ കഴിയുന്നതും വേണമെങ്കിൽ ഒരു ഐസ് പാക്ക് വെക്കാം. അതുപോലെ കൂടുതൽ വേദന ഉണ്ടെങ്കിൽ ചെറിയ അനാൽജസിക്സ് ടാബ്ലറ്റ് എടുക്കാം. അതുപോലെ അവർക്ക് നടക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ കഴിയുന്നതും വീൽ ചെയർ ഉപയോഗിച്ച് ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സ്കിൻ ഇറിറ്റേഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം
അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്കിൻ ഇറിറ്റേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊടയൊക്കെ പൊട്ടുക, അതുപോലെ ആംപിറ്റിലൊക്കെ ചെറിയ രീതിയിൽ മുറിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാസലിൻ പോലെയുള്ള പെട്രോളിയം ജെല്ലി ഈ സ്ഥലങ്ങളിൽ തേക്കണം. അങ്ങനെ ആകുമ്പം നമുക്ക് അങ്ങനെയുള്ള ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് പ്ലീസ്. നമ്മുടെ ഫുഡിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഇപ്പം ഹജ്ജിൻ്റെ സമയത്ത് മാത്രമല്ല, നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന ഈ 40 ദിവസം ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാരൊക്കെ ഏകദേശം 40ഓളം ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പം അവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ മീല് ഈ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 5 നേരത്തേക്കാക്കാം. മെയിനായിട്ടുള്ള 3 മീലും 3 ഭക്ഷണവും, പിന്നെ സ്നാക്ക് എന്നുള്ള രീതിയിൽ 2 ഭക്ഷണം അങ്ങനെ ആക്കുക. അതുപോലെ തന്നെ അതായത് നമ്മൾ ഫുള്ള് വയറ് നിറച്ചിട്ടുള്ള ഒരു കർമ്മം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലേസിനെസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഭക്ഷണം പ്രത്യേകിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം കഴിക്കാൻ. പിന്നെ അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സമയത്ത് വേണ്ട ഫുഡ് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കുക. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെ അറഫ മിനയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം ഇപ്രാവശ്യം ഉണ്ടാവില്ല. കാരണം അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ 3ഓ 4ഓ നേരത്തെ അല്ലെങ്കിൽ ബഫേ എന്നുള്ള രീതിയിൽ അവിടെ ഫുഡ് അറേഞ്ച്മെന്റ്സ് ഇപ്രാവശ്യം സൗദി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെയുള്ള തീപിടുത്തമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത്. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് നമ്മുടെ റൂമിലുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ഫുഡ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എക്സ്പയർ ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. പിന്നെ മറ്റൊരു കാര്യം, അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാലുകൾ. ഇപ്പം നമ്മുടെ ആളുകളിനെ ചിലപ്പം വല്ല ഫാമിലൊക്കെ പോയിട്ട് നേരിട്ട് ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. അത് കഴിവതും ഒഴിവാക്കുക. അതുകൊണ്ട് നമുക്ക് പലവിധ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശരിക്ക് കുക്ക് ചെയ്യാത്ത മീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുറേ നേരം വെച്ചിട്ടുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കി. ഇനി അതിനെന്തെങ്കിലും ഫോൾ സ്മെല്ല്, എന്തെങ്കിലും സ്മെല്ലിൻ്റെ വ്യത്യാസമോ എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വീണ്ടും കഴിക്കാൻ ശ്രമിക്കരുത്. പിന്നെ എപ്പോഴെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. എന്തെങ്കിലും പ്രാണികൾ വരാതെ ചാടാതെ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. പിന്നെ മറ്റൊരു ഇഷ്യൂ, ഇപ്പം മക്കത്ത് മദീനത്തൊക്കെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ റൂമിൻ്റെ അടുത്തൊക്കെ ഒരു പരിധി വരെ ചിലപ്പം ഈ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ തീർച്ചയായിട്ടും കൊതുക് കടി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം സിക്ക വൈറസ് അല്ലെങ്കിൽ ഡെങ്കു ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല ഒരു ബ്ലാങ്കറ്റ്, നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുള്ള ബ്ലാങ്കറ്റ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ നാട്ടിലൊക്കെ നമുക്ക് കിട്ടും ഈ മോസ്കിറ്റോ റെപ്പലന്റ് ക്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രീമുകൾ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അതിൻ്റെ കടി ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വാതിലുകളും അതുപോലെ ജനലുകളൊക്കെ കൂടുതൽ തുറന്നിടാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം കുറയാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ലേഡീസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്ന് പ്രഗ്നൻസി പീരീഡാണ്. പ്രഗ്നൻസി ലാസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള ലേഡീസ് ഹജ്ജിന് വരരുത് എന്നുള്ളതാണ് നിബന്ധന. കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ മെഡിക്കലി സ്റ്റേബിൾ അല്ലാത്ത കേസുകളും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലേഡീസിൻ്റെ അവരെ ആർത്തവമായിട്ട് ബന്ധപ്പെട്ടുള്ള, അപ്പം മെൻസ്ട്രൽ പീരിയഡ് ഈ ഒരു പ്രധാന കർമ്മം നമ്മൾ ഹജ്ജിൻ്റെ ആ ഒരു സമയത്ത് വരാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് പിന്നെ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് കണ്ടിട്ട് അവരുടെ ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ ഒന്ന് കുറച്ച് ദിവസം മാറ്റി പോസ്റ്റ്പോൺ ചെയ്യാനുള്ള മെഡിക്കേഷൻസ് അവർ കഴിക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മെഡിസിൻ എടുക്കുമ്പം എടുത്ത് 3 ദിവസം, നമ്മുടെ എക്സ്പെക്റ്റഡ് പീരിയഡ്സിൻ്റെ 3 ദിവസം മുമ്പ് മുതൽ എടുത്തു തുടങ്ങണം. പിന്നെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കർമ്മങ്ങൾ തീരുന്നവരെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം എപ്പോഴെങ്കിലും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ബ്ലീഡിങ് വരാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പ്ലീസ്.
പിന്നെ അലർജിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അലർജിക്കുള്ള അതിന് പ്രോണായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ചിലർക്ക് ഫുഡ് അലർജി ഉണ്ടാവാം. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അലർജി വരും. അപ്പോൾ അത് അവർ ആദ്യമേ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ അവർ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇപ്പം പൊല്യൂഷൻ അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കൂടുതലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കൂടും. അപ്പോൾ അങ്ങനെ ട്രിഗർ ചെയ്യുന്ന സംഗതികളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ അഥവാ വന്നു കഴിഞ്ഞാൽ ആൻറ്റിഹിസ്റ്റമിൻ പോലുള്ള മെഡിക്കേഷൻസ് അവർ കഴിക്കുക. ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആൻറ്റിഹിസ്റ്റമിൻ ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അവർക്ക് ഒരു ഡ്രൗസി ഫീലിംഗ്, അത് നമുക്കൊരു ഒരു ആം, ഉറക്കം വരുന്ന ഒരു പ്രതീതി ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ മാക്സിമം ഡ്രൈവിംഗ് ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നമുക്ക് നമ്മളെ ഹാജിമാർക്ക് വരുന്ന ഒരു സംഗതിയാണ് മസിൽ ക്രാമ്പ്, മസിൽ വലിയ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ കൂടുതൽ നടക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം നമ്മൾ അതിന് അത്ര പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ കൂടുതൽ നടക്കുമ്പം നമുക്ക് മസിലിൻ്റെ ക്രാമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് കുടിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെൽഫായിട്ട് ഇതുപോലെ സ്ട്രെച്ചിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഹാജിമാരോട് ഇതിൻ്റെ ഐസ് പാക്ക് അവിടെ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് തരാൻ പറയുക. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് തരാൻ പറയുക ആ ഒരു ഏരിയയിൽ. അതുപോലെ ചെറുതായിട്ടൊന്ന് പാസീവായിട്ട് അതൊന്ന് സ്ട്രെച്ച് ചെയ്ത് തരാൻ പറയാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ വളരെ യങ്ങായിട്ടുള്ള ഹാജിമാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്തിട്ട് അവർ ചെയ്തു തരുന്നതാണ് അതൊക്കെ. അപ്പം അങ്ങനെ ഇഷ്യൂ ഉള്ള ആളുകൾ അത് അവരുടെ ഹെൽപ്പോട് കൂടി ചെയ്യാം. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്ലീസ്. മറ്റൊരു ഇഷ്യൂ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഒരു ആംഗിൾ സ്പ്രെയിൻ ആണ്. അപ്പം നമ്മൾ കുറേ അധികം നടക്കുന്നവരാണ്. അപ്പം നമ്മുടെ മസിൽ ടയേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആംഗിൾ ട്വിസ്റ്റ് ആവാം. അതുപോലെ തന്നെ നമ്മൾ അൺഈവൺ ആയിട്ടുള്ള പിന്നെ സർഫസിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കാല് ട്വിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ട്വിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആംഗിളിന് ചെറിയ രീതിയിൽ നീർക്കെട്ട് വരാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഐസ് പാക്ക് വെക്കുക. അത് പെയിന് കുറയ്ക്കും. അതുകൂടെ തന്നെ നമ്മുടെ നീരും കുറയ്ക്കാൻ അത് സഹായിക്കും. പിന്നെ അതുപോലെ ഇതുപോലെ ഒരു ബാൻഡേജ് ഇടുക. കംപ്രഷൻ ബാൻഡേജ് ഉണ്ടെങ്കിൽ അടുത്തെവിടെയും കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും കാല് നമ്മുടെ ഹാർട്ടിൻ്റെ മുകളിലായിട്ട് 1-2 പില്ലോ വെച്ചിട്ട് മുകളിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വേദന കുറയുന്നില്ല, അതുപോലെ കൂടുതൽ ചുമന്ന് വരികയാണ് അല്ലെങ്കിൽ കൂടുതൽ സ്വെല്ലിങ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഫ്രാക്ചർ ആയി കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലോട്ട് പോവുക, അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ഒരു എക്സ്റേ ഒക്കെ എടുത്തിട്ട് റൂൾ ഔട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ഇത് നമ്മൾ റെക്കമെൻഡഡ് അല്ല. CPR എന്നുള്ള സംഗതി നമ്മൾ സാധാരണ രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന സംഗതി അല്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു 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 സമയത്ത് ഒരുപക്ഷെ നമ്മുടെ മുന്നിലായിരിക്കും ആരെങ്കിലും ഒരുപക്ഷെ പെട്ടെന്ന് കൊളാപ്സ് ആവുന്നത്. അപ്പൊ നമ്മുടെ ഈ വരുന്ന ഈ ഹാജിമാരിൽ ചിലരെങ്കിലും ഈ CPR പറ്റി അവബോധമുള്ള ആളുകളായിരിക്കാം. അപ്പം പെട്ടെന്നായിട്ട് ഇപ്പം അവർക്ക് CPR പറ്റി അവർക്ക് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ മുന്നിൽ വെച്ച് കൊളാപ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവരെ ശ്വാസം ചെക്ക് ചെയ്യുക. മൂക്കിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ ശ്വാസം കറക്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതുപോലെ പൾസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ സർക്കുലേഷൻ ഓക്കെ ആണെന്ന് അറിയാൻ പറ്റും. ഇത് രണ്ടും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, ശരിക്കും അവർക്ക് ഒന്നും ഇല്ല എന്നുണ്ട് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഉടനെ തന്നെ 997 അതാണ് ഇവിടുത്തെ എമർജൻസി ആംബുലൻസ് നമ്പർ, അതിൽ വിളിക്കുക. ഉടനെ തന്നെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ എത്തുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളും. ഇനി ബൈ മിസ്റ്റേക്ക്, ബൈ ചാൻസ് നമുക്കും എന്താ വെച്ചാൽ ഇത്രയും ആളുകൾ ഉള്ളതാണ്, ഒരുപക്ഷെ അവർക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും, കുറച്ച് ഡിലേ ആവും എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ CPR നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ നേരെ മലർത്തി കിടത്തുക. നല്ല ഫേം ആയിട്ടുള്ള നമ്മൾ ഉറച്ചൊരു സ്ഥലത്ത് മലർത്തി കിടത്തുക. എന്നിട്ട് നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ ക്ലാസ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക. ഒരു 30 പ്രാവശ്യം ഇങ്ങനെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മൂക്ക് പൊത്തി പിടിച്ചിട്ട് വായിലൂടെ 2 പ്രാവശ്യം ശ്വാസം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പേഷ്യൻറ്റിന് ഒന്നുകിൽ ബ്രീത്തിങ്ങോ അല്ലെങ്കിൽ സർക്കുലേഷനോ വരും, അതിൻ്റെ പൾസ് വരുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക.
അതിനിടക്ക് ഒരു പക്ഷേ എമർജൻസി ടീം അവിടെ എത്തും. അപ്പോൾ ബാക്കി അവർ ടേക്ക് കെയർ ചെയ്തോളും. ഇപ്പം അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഡീഫിബ്രിലേറ്റർ ഉണ്ടെങ്കിൽ അതും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ മെഡിക്കൽ ടീം വന്നിട്ട് അവർ ചെയ്തു കൊടുക്കുന്നതാണ് ബാക്കി. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇപ്പം ഇതൊക്കെ നമ്മൾ സെൽഫായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഹാജിമാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സൗദി ഗവൺമെന്റ് ഇത്രയും ആളുകൾക്ക്, ഇത്രയും 25-30 ലക്ഷം ആളുകൾ ഹജ്ജിന് വരുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം കഴിയുന്ന രീതിയിൽ അവർ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അത്രയും അധികം ഡോക്ടേഴ്സും അത് പാരാമെഡിക്കൽ സ്റ്റാഫും ഹോസ്പിറ്റൽസും ഹെൽത്ത് സെന്റേഴ്സും ഒക്കെ ഈ എല്ലായിടത്തും അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മക്കത്തും അതുപോലെ അറഫയിലാണെങ്കിൽ മിനയിലാണ്. അറഫയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ അവർ സജ്ജമാക്കിയിട്ടുള്ളത്. ഇപ്പം മിനയിലാണെങ്കിൽ തന്നെ 2-3 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആണ്. അപ്പം ഇത്ര നമുക്കറിയാം, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മോർ ദാൻ 50-ൽ കൂടുതൽ ഹെൽത്ത് സെന്റേഴ്സും 3 ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹോസ്പിറ്റൽസും അറഫയിൽ മാത്രമുണ്ട്. അതുപോലെ തന്നെ മിനയിലും ഉണ്ട്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയും ഡോക്ടേഴ്സും ഇപ്പൊ അവർ ഈവൺ ടെലിമെഡിസിൻ വരെ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നതാണ്. കാരണം എന്തെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് അവർക്ക് അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റി കൊടുക്കുന്ന രീതിയിലൊക്കെയുള്ള റോബോട്ടിക് രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവിടെ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കോംപ്ലിക്കേഷൻ മെഡിക്കൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ അവർ ദേ വെൽ പ്രിപ്പയർഡ് ടു മാനേജ് ദ പേഷ്യൻറ്റ്. അപ്പം അത്രയും ഫുൾ ഫ്ലെഡ്ജ് ആണ് ഇവിടുത്തെ മെഡിക്കൽ കെയർ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, അവർ അള്ളാഹുവിൻ്റെ ഒരു അതിഥിയായിട്ടാണ് ഇവർ ഓരോരുത്തരെയും കാണുന്നത്. അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് മെഡിക്കൽ ഇഷ്യൂസിനെ പറ്റി നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻക്ലൂഡിങ് ഡയാലിസിസ് ഒക്കെ അവർ കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻ്റ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നവരെ അവർക്ക് ചെയ്യാനുള്ള എല്ലാം അവർ മെഡിക്കലി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് എല്ലാ മെഡിക്കേഷൻസും ട്രീറ്റ്മെൻറ്റും ഇവർ ഓഫർ ചെയ്യുന്നത്. ഒരു പൈസ പോലും അവർക്ക് ചിലവില്ല വരുന്ന ഹാജിമാർക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് പ്ലീസ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും അള്ളാഹു നമ്മളെല്ലാ ഹാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കട്ടെ. അള്ളാഹു അവരുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മളൊക്കെ ഒറ്റൊരു റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങളുടെയൊക്കെ ഹജ്ജിൻ്റെയും ഉംറയുടെ ഒക്കെ സമയത്ത് നമ്മളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. ദാറ്റ് വാസ് സ്പ്ലെൻഡഡ് ഡോക്ടർ. മാഷാല്ലാ മാഷാല്ലാ. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ മനസ്സുകൊണ്ട് ഹജ്ജിന് ഒരുങ്ങുമ്പോൾ ശാരീരിക ആരോഗ്യത്തെ കൂടി എത്രമാത്രം ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് ആരോഗ്യമുള്ളപ്പോൾ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും പ്രായമായിട്ട് ഹജ്ജ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ആയുസ്സിനെ കടത്തി വിടുന്നുണ്ട്. അപ്പൊ അതങ്ങനെയല്ല. നല്ല ആരോഗ്യമുള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഹജ്ജ് ചെയ്യേണ്ടുന്നത്. അതെല്ലാവരും ഏറ്റവും മുൻഗണനയിൽ കൊടുക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ വാക്സിൻസ്, അതുപോലെ ഹജ്ജിന് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, എമർജൻസി കിറ്റ്, ഡയബറ്റിക്, ഹാർട്ട് പേഷ്യൻ്റ്, കിഡ്നി പേഷ്യൻ്റ്, അങ്ങനെ എല്ലാ ഏരിയാസും ഡോക്ടർ വളരെ വിശദമായി കവർ ചെയ്തു. നമുക്ക് വേണ്ടുന്ന ഹാൻഡ് ഹൈജീന്, അതുപോലെ മറ്റ് എല്ലാ സംഗതികളെയും കവർ ചെയ്തു. അപ്പോൾ വളരെ വിശാലമായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നു. ഇന്നിവിടെ വന്ന എല്ലാ ഹാജിമാർക്കും അത് ഏകദേശം പിടികിട്ടി കാണുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇനി നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. കാര്യം ഇനി ഇവിടെ ഇരിക്കുന്നവർക്ക് ഇതെല്ലാം കേട്ടതിൽ, അതായത് മാനസികാരോഗ്യം പോലെ തന്നെ ആണ് ശാരീരിക ആരോഗ്യവും. അത് ശരീരത്തിന് അത്രയും പ്രാധാന്യം കൊടുത്താലാണ് നമുക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റുക. നമ്മുടെ മുന്നത്തെ ആരോഗ്യപരമായ ഹജ്ജിനെ പറയുന്ന സമയത്ത് പറഞ്ഞായിരുന്നു അദ്ദേഹം, നമ്മൾ ഉംറ ചെയ്ത് നമ്മുടെ ശരീരം ആവർത്തിച്ച് ഉംറ ചെയ്ത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ആവരുത് എന്നുള്ളത്. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കണം. അത് എല്ലാ അർത്ഥത്തിലും നമ്മൾ കരുതൽ വേണം. ഇനി ഇവിടെ ഇരിക്കുന്ന ഹജ്ജിന് പോകുന്നവർക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ഡോക്ടറോടായാലും അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ സെഷൻ എടുത്ത ഉമർ സാറിനോടായാലും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചോദിക്കാം ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ.
ഓക്കെ, അവിടെ ആരോ ഷൂ ആണോ ചപ്പലാണോ ചോദിക്കുന്നുണ്ട്. കഴിയുന്നതും നമ്മുടെ യാത്രയിലൊക്കെ നമ്മൾ കഴിയുന്നത് ഷൂ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചപ്പല് നമുക്കറിയാം, നമ്മുടെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഷൂ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ നിബന്ധന അങ്ങനെയാണല്ലോ. ചെരുപ്പാണ് അതിൽ പ്രിഫേർഡ്. അപ്പോൾ അതിന് പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ചപ്പല് നമ്മുടെ കയ്യിൽ കരുതുക. ഡ്യൂറിംഗ് തവാഫ് സോക്സ് ക്യാൻ ബി യൂസ്ഡ് എന്ന് ചോദിക്കേണ്ടതോ? അത് ജെൻസിനാണോ? സാധാരണ അതൊരു അല്ല, ലേഡീസിനാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ഔറത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സോക്സ് വേണ്ടി വരും, ഇല്ലേ? ആണുങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ കർമ്മപരമായിട്ട് നോക്കുകയാണെങ്കിൽ പാടില്ല എന്നാണ്. പക്ഷെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്, ഇപ്പം നമ്മൾ നടക്കുന്ന സമയത്ത് കാല് പൊള്ളുന്നു എന്നുള്ളൊരു, അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ആണ്, അവിടെ ബ്ലിസ്റ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ തണുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്കത് അനുവദനീയമാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. പിന്നെ ബില്ല് അതില് ഒരു കാര്യം കൂടെ, സോക്സ് ഔറത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ അതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാന്ന് തോന്നുന്നു എനിക്ക്. കേൾക്കുന്നുണ്ടോ? യെസ് യെസ്, പറഞ്ഞോളൂ ഡോക്ടർ. അതായത് ഔറത്ത്, ഈ സോക്സ്, കാല്, പാദം എന്ന് പറയുന്നത് ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ടാണ് അത് ഔറത്താവുന്നത്. ഹനഫി മദ്ഹബിലാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുൻകൈയും മുഖവും അതുപോലെ തന്നെ പാദവും ഔറത്തിന്റെ ഭാഗമല്ല. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ലോകത്ത് ആളുകൾ അനുകരിക്കുന്നതും അതുപോലെ തന്നെ അനുധാവനം ചെയ്യുന്നതും ഹനഫി മദ്ഹബാണ്. അപ്പൊ നമ്മളിപ്പോ ഹറമിലെത്തിയാലും ഹനഫി മദ്ഹബില് ആണ് നമ്മൾ പോകേണ്ടത്. കാരണം ഇപ്പോ ഹനഫി മദ്ഹബില് ആണെങ്കിലേ നമുക്ക് അവിടെ ഒളു മുറിയാതിരിക്കുള്ളൂ. നിങ്ങൾ ഷാഫി മദ്ഹബാണ് വിചാരിച്ചു വന്നാൽ ഒളു മുറിയും. കാരണം തവാഫ് ചെയ്യുമ്പോഴേക്ക് സ്ത്രീകളും അവരോടൊക്കെ എല്ലാവരും തട്ടും മിക്സ് ആയിട്ടാണ് തവാഫ് നടക്കുക. അപ്പൊ ഹനഫി മദ്ഹബില് ആണ് നമ്മൾ ഉള്ളതെങ്കിൽ, നമ്മളെ സാധാരണ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഗ്രൂപ്പുകളെടുത്ത് ഇമാമുമാർ പറയാറുണ്ട്, നമ്മുടെ ഹനഫി മദ്ഹബാണ് ഹറമിൽ പോകുമ്പോഴേക്ക് പിന്തുടരേണ്ടത്, എങ്കിലേ നമുക്ക് അത് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ ബുദ്ധിമുട്ടില്ലാതെ. അപ്പൊ അതുകൊണ്ട് ഈ ഫൈസൽ സാഹിബ് പറഞ്ഞ പോലെ ഇതിൽ സോക്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ മത്താഫിൽ ഉപയോഗിക്കുമ്പോഴും സൈനും ഓക്കെയാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത സന്ദർഭങ്ങളിൽ സോക്സ് ഉപയോഗിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സോക്സ് ഉപയോഗിക്കാതിരിക്കലായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നല്ലത്. അത് പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ്. പുരുഷന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സോക്സ് ഇല്ലല്ലോ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രവും ചെരുപ്പും മാത്രമേ ഉള്ളൂ. രണ്ട് തുണി അവർക്ക് ധരിക്കാനുള്ള ഇതുള്ളൂ ഇഹ്റാമിലായിരിക്കുമ്പോൾ. അപ്പോ ചെരുപ്പ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും, ഇപ്പം നമ്മള് മുന്നേ ഡോക്ടർ ഫേസിൽ പറഞ്ഞത്, ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ കാലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ സോക്സ് ധരിക്കാം. അപ്പൊ അത് ഓക്കെ തന്നെയല്ലേ? ഓക്കെയാണ്, രണ്ടും പറ്റും. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഫിഖ് പരമായ സംശയം ഉണ്ടെങ്കിൽ അതിനാണ് ഞാൻ അതിനെ വിശദീകരിച്ചത്. നന്നായി ക്ലിയർ ആയി, നമുക്കും കൂടി ക്ലിയർ ആയി. അടുത്തൊരു ചോദ്യം. പിന്നെ ബില്ല് ഏതില് വെക്കേണ്ടത്? രണ്ട് ചെറുതിലുണ്ടാവുമല്ലോ. ഒന്ന് മ്യൂട്ട് ചെയ്യോ അതാരാച്ചാല്? പ്രഗ്നൻസി ഫസ്റ്റ് മന്ത് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത്? അതെ, ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഇത്താ. ആണോ? ഒന്ന് ചോദിച്ചോളൂ. ബില്ല് ഏതില്? ഇപ്പൊ രണ്ട് ബാഗില് നമ്മൾ ബില്ല് മരുന്ന് വെക്കുമല്ലോ, കുറച്ച് മരുന്ന് ചെറിയ ബാഗിൽ വെക്കുമല്ലോ, ലഗേജ് കൂടാതെ. അപ്പൊ ബില്ല് ഏതിലാ വെക്കേണ്ടത്? രണ്ടിലും വെക്കണോ? കോപ്പി ബില്ല് നിങ്ങളെ കയ്യിലുള്ള ബാഗിലാണ് വെക്കേണ്ടത് ബില്ല്. ബില്ല് ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രഗ്നൻസി ഫസ്റ്റ് മന്ത് പ്രോബ്ലം ഉണ്ടാവുമെന്ന് അത് ഡോക്ടർ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് 3 months അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അത് അല്ല, ഇവരുടെ നിയമപ്രകാരം അത് ഇഷ്യൂ ഇല്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് 3 months അബോർഷൻ ചാൻസ് കൂടുതലാണ്. അപ്പം അവർക്ക് ഇങ്ങനെയുള്ള കൂടുതൽ എക്സേഷൻ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ സൗദി ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ലാസ്റ്റ് 3 months ഉള്ള പ്രഗ്നൻസി ഉള്ള ആളുകൾക്ക് മാത്രമാണ് അവർ പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വാക്സിൻ വെച്ചപ്പോ ക്ലിനിക്കിൽ നിന്ന് കാർഡ് മാത്രമേ കിട്ടിയുള്ളൂ. സഹൽ ആപ്പില് സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല. വാക്സിനേഷൻ കാർഡ് മാത്രം മതിയോ? അത് ഒതന്റിക് ആയിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് മതിയാവും എന്നുള്ളതാണ് അറിവ്. വാസ്ലിൻ യൂസ് ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ ഇഹ്റാനിൽ ഇരിക്കുമ്പോൾ പറ്റുമോ എന്നുള്ളതായിരിക്കും ചോദ്യം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് പെർഫ്യൂംഡ് ആവാൻ പാടില്ല. അതായത് നോൺ ആൽക്കഹോളിക് ആവണം.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ അത് നമ്മളൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അനുവദനീയമാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു മസാബിന് പറയാൻ പറ്റുമായിരിക്കും. അങ്ങനെ തന്നെയല്ലേ? ഏതുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്? വാസ്ലിൻ. ആക്സിഡന്റ് കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ്. അത് കുഴപ്പമില്ല. അത് പെർഫ്യൂമായിട്ടല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ല, അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. എത്രയാണ് ചാറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻസ്? ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആജിമാര് അവർക്ക് ഫ്ലൈറ്റിലൊക്കെ വരുന്ന സമയത്ത് 1-2 ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒന്ന്, ഇപ്പം ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെവി അടയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഒരു ചൂയിങ്ങൊക്കെ വായിലിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ പ്രഷർ വന്നിട്ട് ചിലപ്പം നമ്മുടെ ഈ ചെവിയുടെ പാടയുണ്ട്, ടിമ്പാനിക് മെമ്പറൈൻ എന്ന് പറയും, അത് ചെറിയ രീതിയിൽ ചെറിയ ഓട്ട വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പം ലോങ് ഹോൾ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ യാത്രയുള്ള ആളുകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാലൊക്കെ ഒന്ന് ഇങ്ങനെ കാല് വിരലുകളൊക്കെ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്നുള്ള അസുഖമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇറങ്ങി നടക്കുന്നതൊക്കെ നല്ലതാണ്. അത് ഒന്ന് ശ്രദ്ധിക്കുക, നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകിച്ച്. ഇഹ്റാം മെൻസ് ബെൽറ്റ് സ്റ്റിച്ച് ഉണ്ടാവില്ലേ? അത് പ്രോബ്ലം ഉണ്ടാവും. ഉമർ സാഹിബിന് ഇഹ്റാം ബെൽറ്റോ? അതെ അതെ, ഇല്ല, മെൻസിന്റെ. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. അത് നമ്മള് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് കുഴപ്പമില്ല. വസ്ത്രത്തിൽ തുന്നൽ ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. അതെ. Can we use almond oil for dryness on face in ihram? ആൽമണ്ട് ഇതിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഏത് പെർഫ്യൂംഡ് ആയിട്ടുള്ള ഏത് ഓയിലുകൾ ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിലാണ്. അതല്ലാത്ത രീതിയിൽ നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ അറിവ്. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ ഉമർ സാഹിബ്? അതെ. നമ്മുടെ നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഇപ്പൊ മണമുള്ളത് ഉപയോഗിച്ച് നമ്മൾ വിയർത്താൽ മണമാവോ ഇല്ലേ എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. അതേസമയം ഈ പറഞ്ഞതുമാതിരി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് പോലെ ക്രീം ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ അതിന് നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ പെർഫ്യൂംഡ് അല്ലാത്ത വാങ്ങാനാണ് നമുക്ക് സൂക്ഷ്മതയ്ക്ക് നല്ലത്. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. സൺസ്ക്രീൻ ചെയ്യുമ്പോൾ ഒതു ശരിയാവുമോ എന്നുള്ളത്. അത് നമ്മൾ ഒന്നു ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അതെ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് വേഗത്തിലാക്കാം. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക്. കൂടുതൽ ചോദ്യങ്ങളില്ലെങ്കിൽ നമ്മൾ ഇവിടെ ജിദ്ദയിൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളില്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അറവ് ഇറച്ചി കഴിക്കുന്നത് നെസസറി ആണോ? ഒരു നെസസറിയും ഇല്ല, നമുക്ക് അവിടെ കിട്ടൂല അത്. അതന്നെ. കാരണം നമ്മൾ പൈസ അടയ്ക്കുന്നു, സ്ലോട്ടർ ഹൗസിലാണ് അത് ചെയ്യുക, നമുക്കത് അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി അങ്ങനെ നിങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്താലും ഇറച്ചിയൊന്നും നിങ്ങൾ താമസിക്കുന്ന തമ്പുലോ മിനയുടെ ഹജ്ജിന്റെ ദിവസത്തിൽ പ്രത്യേകിച്ചും കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ സൗകര്യത്തിൽ കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ച ആളുടെ അടുത്ത് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ എന്തെങ്കിലും എത്തിച്ചു തന്നാലായി. പക്ഷെ നിയമപരമായി നിങ്ങൾക്ക് ഇവിടെ സ്വാഭാവികമായി കിട്ടൂല. ഹജ്ജിന് വരുന്നവർക്ക് കിട്ടില്ല. കാരണം അത് സ്ലോട്ടർ ഹൗസിൽ നിന്ന് നേരിട്ട് അത് അറവ് കടന്നിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക്, ഒരുപാട് ദരിദ്ര രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഹജ്ജിന് പുറപ്പെട്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ക്വയറ്റ് നാച്ചുറൽ ആണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിന്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം. അപ്പം അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. നമ്മുടെ റിസോഴ്സ് പേഴ്സൺസ് അവിടെ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതായാലും ഇന്നത്തെ ഹജ്ജിന്റെ സെഷൻ മനോഹരമായി രണ്ടുപേരും എടുത്തു. മഗ്‌രിബിന് സമയമാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്.
എല്ലാവരുടെ സംശയങ്ങൾക്കും മറുപടി കൃത്യമായി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സംശയങ്ങൾക്ക് നമുക്ക് പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. Now we move on to the recognition of our 2 RPs. For that, I invite our CG International Chairman, Majid sir. Majid sir, are you there? Yes, I am here. Okay, thank you, sir. To receive the certificate, I call Dr. Mohammed Faisal and Mr. Omar Al-Faruq, sir. Farah, can you share the certificate? Okay. മാഷാല്ലാ, പിന്നെ വലിയ സന്തോഷം ഈ CG വിമൻസ് കളക്റ്റീവിന്റെ ലീഡർഷിപ്പിൽ വന്നിട്ടുള്ള ഈ സെഷനിൽ വരെയും ഡോക്ടർ മുഹമ്മദ് ഫൈസൽ സാറും അതേപോലെ ഉമർ ഫാറൂഖ് സാഹിബും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ സെഷൻസ് ലീഡ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻ. ഓൺ ബിഹാഫ് ഓഫ് CG വിമൻസ് കളക്റ്റീവ് we present the certificate of appreciation to Dr. Umar Al-Faruq in recognition of his invaluable support as a keynote speaker in the CG International webinar Health Awareness for Hajj Pilgrims held on 29th April 2026. Congratulations, sir, and we are really honored for your presence and joining in this session. Thank you. Jazakallah khair. Sure. Next, Umar Al-Faruq Sahib. Farah, next one. ഷെയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ. Okay, shared. Yes, Majid sir അടുത്ത ഷെയർ ചെയ്തിട്ടുണ്ട്. Okay. Dr. Mohammed Faisal, sir. Okay. CG International presents of appreciation to Dr. Mohammed Faisal CK in recognition of his invaluable support as a keynote speaker in the CG International webinar Health Awareness for Hajj Pilgrims held on 29th April 2026. മാഷാല്ലാ, വളരെ ഡീപ്പായിട്ടും ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് സർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആണ്. പ്രത്യേകിച്ച് വിമൻസ് കളക്റ്റീവ് വളരെ പ്രോംപ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത് ലീഡ് ചെയ്തു. ഇന്ന് നമ്മളെ ലീഡേഴ്സിനെ ഡയറക്റ്റ് തന്നെയാണ് ലീഡർഷിപ്പിലുള്ളത്. ഫറൈൻ, അനിസ മാഡമൊക്കെ തന്നെ വളരെ ആക്റ്റീവാണ്, വെരി ഡൈനാമിക് ലീഡേഴ്സ് ആണ്. എന്തായാലും ജസാക്കല്ലാഹ് ഖൈർ. ഈ ഒരു ഉദ്യമത്തിന് അള്ളാഹു സ്വീകരിക്കട്ടെ, ഇതിന് പ്രതിഫലം തരട്ടെ. നമുക്ക് ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും സന്തോഷപൂർവ്വം വന്ന് ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച് സമാധാനമായിട്ട് കുടുംബത്തിൽ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് നിലവിലുള്ള കാലുഷ്യമൊക്കെ മാറി സമാധാനത്തിന്റെ അന്തരീക്ഷം പെട്ടെന്ന് തന്നെ സംജാതമാവട്ടെ. അതാണ് നമ്മളെ പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് CG ഇന്റർനാഷണലിന്റെ ഇനിയും പറഞ്ഞ പോലെ തന്നെ ആ ഗ്രൂപ്പിലൂടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. അതൊരു നല്ല കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരിക്കലും ലേണിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ഒന്നും അവസാനിക്കുന്നില്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്തായിരുന്നാലും തഖ്വയോടുകൂടി സന്തോഷത്തോടുകൂടി സുരക്ഷിതമായിട്ട് അള്ളാഹ് എല്ലാവർക്കും വന്ന് പെർഫോം ചെയ്ത് തിരിച്ചു പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. Once again, congratulations to Team CWC, especially to Anisa and Farah for leading from the front. Okay, പിന്നെ ഇതിന് ക്യാമ്പയിൻ ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ അപ്രീഷിയേഷൻ തരികയാണ് CG ഇന്റർനാഷണലിന്റെ ഭാഗത്തു നിന്ന്. കാരണം പല റെസ്പെക്റ്റീവ് ഓഫ് കോണ്ടിനെന്റ്സ് ഓർഗനൈസേഷൻസ് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ജസാക്കല്ലാഹ് ഖൈർ. ബാക്ക് ടു അനീസ. താങ്ക് യു മജീദ് സാർ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മജീദ് സാർ പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലോകമെമ്പാടും പലതരത്തിലുള്ള ക്രൈസിസിലാണുള്ളത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നു. അപ്പൊ എല്ലാവർക്കും സുരക്ഷിതമായ ഒരു ഹജ്ജ് തന്നെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, അല്ലെ? ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ഒരു ആരോഗ്യമുള്ള മനസ്സിന് സ്ഥാനമുള്ളൂ. ഈ ആപ്തവാക്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ഹജ്ജിന് ഒത്തുകൂടുന്ന എല്ലാ ഹജ്ജിമാർക്കും മനസ്സും ശരീരവും ഒത്തുചേർന്ന സമ്പൂർണവും സമാധാനപരവുമായ ഒരു ഹജ്ജ് ആശംസിച്ചു കൊള്ളുന്നു. ഒപ്പം മക്ബൂലും മബ്രൂറുമായ ഒരു ഹജ്ജ് തന്നെ അള്ളാഹു ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഈ ചെയ്ത കർമ്മത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് നാഥൻ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്വാലിഹായ അമല് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. സൈനിങ് ഓഫ് മൈസെൽഫ് അനീസ ബൈജു. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു.